അപ്പോൾ നമ്മളുടെ അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. ഫോറെക്സ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറെക്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്? ബേസിക്കലി നമ്മളുടെ ഡെറിവേറ്റീവ്സിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിന്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഫോറെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച്? നമ്മളുടെ കറൻസികൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് ആണ്, അല്ലെ? നമ്മളുടെ ഇന്ത്യൻ കറൻസി അല്ലെങ്കിൽ വെളിയിലുള്ള US ഡോളർ, അങ്ങനെ പുറത്തെ രാജ്യങ്ങളുമായി നമ്മളുടെ കറൻസികൾക്കുണ്ടാകുന്ന എക്സ്ചേഞ്ച് റേറ്റ്, അതിനെ തുടർന്നുള്ള സംഗതികൾ, അതുമായി ബന്ധപ്പെട്ട എക്സ്പോഷർ തുടങ്ങിയ, അതിനകത്ത് എങ്ങനെ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, എങ്ങനെയാണ് ഫോറിൻ എക്സ്ചേഞ്ചിനകത്ത് റേറ്റ് ഡിഫറൻസ് ഉണ്ടാകുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിനകത്തായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് വരും, നമുക്ക് ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോറക്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക്സ് ആണ്. ഈ ബേസിക്സ് തറവായി കഴിഞ്ഞാൽ ഫോറക്സിനകത്ത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ആക്ച്വലി ഡെറിവേറ്റീവ്സിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഫോറക്സ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ കൺഫ്യൂഷൻസ് ഒഴിവാവും, ബട്ട് പ്രൊവൈഡഡ് നിങ്ങൾക്ക് ബേസിക്സ് അത്രത്തോളം സ്ട്രോങ് ആവണം. അപ്പോൾ ബേസിക്സിലാണ് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് രണ്ട് കൺട്രികൾ ഫോറക്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്താണ് രണ്ട് കൺട്രികളുടെ കറൻസികൾ തമ്മിലുള്ള എക്സ്ചേഞ്ചിന്റെ വാല്യൂ. ഇപ്പോൾ ഒരു US ഡോളറിന് ഇന്ത്യൻ രൂപയിലുള്ള വില എന്ന് പറയുന്നത് ഏകദേശം 75 രൂപ മുതൽ 80 രൂപ വരെയാണ്. എന്ന് വെച്ചാൽ 75 80 രൂപ കൊടുക്കുമ്പോഴാണ് നമുക്കൊരു US ഡോളർ വാങ്ങാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് US ഡോളറിന്റെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു US ഡോളർ വാങ്ങാനായിട്ട് 75 80 രൂപ കൊടുക്കേണ്ടി വരുന്നു. ഇതാണ് US ഡോളറിന്റെ ഇന്ത്യയിലെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുക, ആണല്ലോ. അപ്പൊ ഈ എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ എക്സ്ചേഞ്ച് റേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചാണ് ഉണ്ടാവുന്നത്. നമ്മുടെ ഒരു ഷെയറിന്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് പോലെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ആ കറൻസിക്കുള്ള ഡിമാൻഡും സപ്ലൈയും അനുസരിച്ചാണ് ആ കറൻസിയുടെ വിലയിൽ മാറ്റം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡോളർ വാങ്ങണമെങ്കിൽ എത്ര ഇന്ത്യൻ രൂപ കൊടുത്താലാണ് നമുക്ക് ആ ഡോളർ വാങ്ങാൻ പറ്റുക എന്ന് പറയുന്നതാണ് അതിന്റെ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മാർക്കറ്റിലുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ US ഡോളറിന്റെ ഡിമാൻഡ് കൂടുതലാണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്ക് US ഡോളർ കൂടുതലായിട്ട് ആവശ്യം വരുന്നു. എപ്പോഴാണ് US ഡോളർ കൂടുതലായിട്ട് ആവശ്യം വരിക? നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെ? നമ്മൾ ഈ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇമ്പോർട്ട് ചെയ്തതിന്റെ പൈസ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നാച്ചുറലി എന്തിന്റെ ആവശ്യം കൂടുന്നത്? ഡോളറിന്റെ ആവശ്യം കൂടുന്നത്. അപ്പൊ നമ്മളുടെ ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറവുമാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളുടെ കറൻസി വീക്ക് ആവും. എന്ന് വെച്ചാൽ ഡോളറിന്റെ ഡിമാൻഡ് കൂടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡോളർ കൂടുതലായിട്ട് വാങ്ങേണ്ടി വരും. അപ്പൊ ഡോളർ കൂടുതലായിട്ട് വാങ്ങുമ്പോൾ ഡോളറിന്റെ വില കൂടും. സിമ്പിൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി അനുസരിച്ചിട്ടാണ് ഏതിന്റെ വില മാറുന്നത്? നമ്മുടെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് മാറുന്നത്. അപ്പൊ നമ്മൾക്ക് നാട്ടിൽ എക്സ്പോർട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് ഫോറിൻ കറൻസി കൂടുതലായിട്ട് കിട്ടും. അപ്പൊ ഇന്ത്യയിൽ ഒരുപാട് ഫോറിൻ കറൻസി ഉണ്ടാവും. ഈ ഫോറിൻ കറൻസി ഒക്കെ നമ്മൾ എന്താ ചെയ്യുക? ഫോറിൻ കറൻസി സെല്ല് ചെയ്ത് നമ്മൾ ഇന്ത്യൻ രൂപയാക്കി മാറ്റും. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ എന്താ ചെയ്യണേ? ഫോറിൻ കറൻസി വിൽക്കുന്നു, ഇന്ത്യൻ രൂപ വാങ്ങുന്നു. അപ്പൊ അവിടെ ആരുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കൂടണേ? ഡിമാൻഡ് കൂടുന്നത് ഇന്ത്യൻ രൂപയുടെയാണ്. കാരണം എന്താ? നമ്മൾ ഇന്ത്യൻ രൂപ പർച്ചേസ് ചെയ്യുന്നു, ഫോറിൻ കറൻസി സെല്ല് ചെയ്യാണ്. അപ്പൊ ഫോറിൻ കറൻസി വിറ്റ് ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യണേ. അപ്പൊ ഫോറിൻ കറൻസിയുടെ സപ്ലൈ കൂടും, ഇന്ത്യൻ കറൻസിയുടെ ഡിമാൻഡ് കൂടും. അപ്പൊ എന്ത് സംഭവിക്കും? ഇന്ത്യൻ കറൻസി അപ്രീസിയേറ്റ് ചെയ്യും. മനസ്സിലാവോ? ഇന്ത്യൻ കറൻസിയുടെ വില കൂടുകയാണ് എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? ഇന്ത്യൻ കറൻസിയുടെ ഡിമാൻഡ് കൂടുകയാണ്. തിരിച്ച് ഇമ്പോർട്ട് ആണ് കൂടുതലെങ്കിലോ? ഇമ്പോർട്ട് ആണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ ഫോറിൻ കറൻസി വാങ്ങേണ്ടി വരും. കാരണം എന്താ? ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെന്റ് ഫോറിൻ കറൻസിയിൽ കൊടുക്കേണ്ടി വരും. US നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഡോളർ കൊടുക്കണം, യൂറോപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ യൂറോ കൊടുക്കണം, ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവരുടെ കറൻസി കൊടുക്കേണ്ടി വരും. അപ്പൊ ആ കറൻസിയാണ് നമ്മൾ വാങ്ങാൻ ശ്രമിക്കുന്നത്. കാരണം എന്താ? കാരണം ഇമ്പോർട്ടിന്റെ എമൗണ്ട് സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ നിന്നിരുന്ന് ഇമ്പോർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. $1,00,000 അയാൾക്ക് വേണം. അയാൾ എന്ത് ചെയ്യണം? ഇന്ത്യൻ രൂപ കൊണ്ട് ബാങ്കിൽ കൊടുത്തിട്ട് അയാൾ $1,00,000 പർച്ചേസ് ചെയ്യും. അപ്പൊ അവിടെ ഡോളർ വാങ്ങുകയാണ് ചെയ്യണേ, ഇന്ത്യൻ രൂപ എന്താ ചെയ്യണേ? വിൽക്കുകയാണ്. ഇന്ത്യൻ രൂപ ബാങ്കിന് വിറ്റിട്ട് അയാൾ ഡോളർ പർച്ചേസ് ചെയ്യും. അപ്പൊ മാർക്കറ്റിലെ ഡോളറിന്റെ ഡിമാൻഡ് കൂടും, ഇന്ത്യൻ രൂപയുടെ സപ്ലൈ കൂടും. എന്താ സംഭവിക്കുക? ഇന്ത്യൻ രൂപയുടെ വില കുറയും, ഡോളറിന്റെ വില കൂടും. അപ്പൊ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി അനുസരിച്ചാണ് നമ്മുടെ കറൻസികളുടെ എക്സ്ചേഞ്ച് റേറ്റ് മാറുന്നത്. അപ്പൊ ഗ്ലോബലി ലോകം മൊത്തമുള്ള രാജ്യങ്ങളിൽ ആൾക്കാർ US ഡോളർ വാങ്ങിക്കുവാണെങ്കിൽ, കൂടുതലായിട്ട് US ഡോളർ വാങ്ങിച്ചാൽ ഡോളറിന്റെ വില അപ്രീസിയേറ്റ് ചെയ്യും. തിരിച്ച് ഡോളർ വിൽക്കുകയാണെങ്കിലോ ഡോളറിന്റെ വില കുറയും. അപ്പൊ ഈ ലോകം മൊത്തമുള്ള ഈ ക്രൂഡ് ഓയിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത് ഡോളറിലാണ് അതിന്റെ സെറ്റിൽമെന്റ്. അതായത് മിക്ക ലോകത്തെ പെട്രോളിയം കമ്പനികളും അവരുടെ പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്ന എന്തിലാണ്? ഡോളറിലാണ്. അതുകൊണ്ടാണ് ഈ ഡോളർ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ഒരു വാല്യുബിൾ കറൻസി ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഡോളറിന് 70 75 അല്ലെങ്കിൽ 80 രൂപയാണുള്ളത്. അതിനേക്കാൾ വാല്യൂ കൂടിയ
കറൻസികളൊക്കെ ലോകത്തുണ്ട്. കുവൈറ്റി ദിനാർ ഉണ്ട്. കുവൈറ്റി ദിനാറിന് ഏതാണ്ട് 250 രൂപയൊക്കെ ഉണ്ട്. ഒരു കുവൈറ്റി ദിനാറിന് ഇന്ത്യൻ രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ 250 രൂപയൊക്കെ ഉണ്ട്. അപ്പൊ ഡോളറിനേക്കാൾ വില കൂടിയ കറൻസികൾ ലോകത്തുണ്ട്. പക്ഷെ അതുകൊണ്ട് ലോകത്തെ ഏറ്റവും ഡിമാൻഡ് ഉള്ള കറൻസി അതാവണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഏറ്റവും മികച്ച കറൻസി അതാവണമെന്ന് നിർബന്ധമില്ല. പിന്നെയോ ഡോളറിന്റെ കേസിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലോകം മൊത്തവും ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് US ഡോളർ യൂസ് ചെയ്യാൻ പറ്റും. ലോകം മൊത്തം അക്സെപ്റ്റൻസ് ഉള്ള ഒരു കറൻസിയാണ് US ഡോളർ. അതുകൊണ്ടാണ് അതിന് അത്രയും ഡിമാൻഡ് നിൽക്കുന്നുണ്ടാവുക. ഓക്കെ ആണോ? അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഫോറിൻ എക്സ്ചേഞ്ചിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻഷ്യൽ. അതായത് നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, ലോണിന്റെയോ ഡിപ്പോസിറ്റിനൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്. നമ്മുടെ RBI കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മളൊരു പ്രൈം ലെൻഡിങ് റേറ്റിനെ പറ്റിയൊക്കെ പഠിച്ചല്ലോ. അതായത് RBI ഒരു മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് പറയും. ഇന്ത്യയിലെ മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7% ആണ് എന്ന് വെച്ചാൽ നമ്മുടെ മിനിമം റേറ്റ് 7 ആണ്. 7ന്റെ മേളിലായിരിക്കും ലോൺ കിട്ടുന്നുണ്ടാവുക, 7ന് താഴെ ആയിരിക്കും ചിലപ്പോൾ ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത് RBI അനൗൺസ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. ഇപ്പൊ US-ലേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 3%, 4% ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. അപ്പൊ ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ രാജ്യത്തെ എക്സ്ചേഞ്ച് കൂടുതലും വാല്യൂ കൂടുതലും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ രാജ്യത്തെ കറൻസിയുടെ വാല്യൂ കുറവുമായിരിക്കും. ജനറലി ഉള്ളൊരു ട്രെൻഡാണ്. അതായത് മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് ഏത് മാറും, നമ്മുടെ കറൻസിയുടെ വാല്യൂ മാറും. ജനറൽ ആയിട്ട് മനസ്സിലാക്കാനുള്ള പോയിന്റ് ഇതേ ഉള്ളൂ. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ രാജ്യങ്ങളിലെ കറൻസിയുടെ വില കുറവായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ രാജ്യങ്ങളിലെ കറൻസിയുടെ വില കൂടുതലായിരിക്കും. കാരണം സിമ്പിൾ കാര്യം ഓർത്താൽ മതി, ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7%, 8% റേറ്റിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. എന്നാൽ US-ൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇതിന്റെ പകുതി ഉണ്ടാവുള്ളൂ, 3%, 4% റേഞ്ചിലേ ഉണ്ടാവുള്ളൂ. ഡോളറിന്റെ വാല്യൂ അപ്രീസിയേറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു റീസൺ ഏതാണ്, ഈ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യങ്ങളാണ്. ഇനി ഇൻഫ്ലേഷൻ റേറ്റ് ഡിഫറൻഷ്യൽ, രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ആണ്. മാർക്കറ്റിൽ എത്ര ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പൊ എന്താ ഇൻഫ്ലേഷൻ? വിലക്കയറ്റമാണ്, അല്ലെങ്കിൽ രൂപയുടെ പർച്ചേസിംഗ് പവർ, ആ കറൻസിയുടെ പർച്ചേസിംഗ് പവറിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത പാരിറ്റി തിയറം എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്, അവിടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്തായാലും ഇൻഫ്ലേഷനിലുള്ള ഡിഫറൻസ്, ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ എത്രയാണ്, US-ലുള്ള ഇൻഫ്ലേഷൻ എത്രയാണ്, അത് എന്തിനെ എഫക്ട് ചെയ്യും? ഇന്ത്യയും US-ഉം തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റിനെ എഫക്ട് ചെയ്യാറുണ്ട്. ഓക്കെ ആണോ? പിന്നെ ഗവൺമെന്റ് പോളിസി, മാർക്കറ്റ് എക്സ്പെക്ടേഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് നമുക്ക് എന്തിന്റെ ഒരു വില വരുന്നത്, ഒരു കറൻസിയുടെ ഫൈനൽ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ എന്തിനെ എഫക്ട് ചെയ്യുന്നു, നമ്മുടെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റിനെ എഫക്ട് ചെയ്യുന്നു. ഇനി എക്സ്ചേഞ്ച് റേറ്റ് കൊട്ടേഷൻസ് ആണ്. അപ്പൊ നമുക്കൊരു ആദ്യമായിട്ട് ബേസിക് കാര്യങ്ങളിലോട്ട് കയറാം. എക്സ്ചേഞ്ച് റേറ്റ് കൊട്ടേഷൻ, നമ്മൾ എങ്ങനെയാണ് ഒരു എക്സ്ചേഞ്ച് റേറ്റ് പറയുക? അതായത് ഇന്ത്യൻ ഡോളറും തമ്മിലുള്ള, ഇന്ത്യൻ റുപ്പിയും ഡോളറും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്? രണ്ട് തരത്തിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഒന്ന്, കറൻസിയുടെ സിമ്പൽ യൂസ് ചെയ്ത് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അതുപോലെ ISO കോട്ടായിട്ടും കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. എന്താണ് ISO കോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ ഓർഗനൈസേഷൻ, അതാണ് ISO എന്ന് പറയുന്നത്. അപ്പൊ ഈ ISO ഓരോ കറൻസിയെയും ഒരു 3 ഡിജിറ്റ് അല്ലെങ്കിൽ 3 ക്യാരക്ടർ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ റുപ്പി എന്നതിനെ എക്സ്പ്രസ് ചെയ്യുന്ന INR എന്നാണ്. INR എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പിയെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സിമ്പിൾ ആണ്. അപ്പൊ ഇത്തരത്തിൽ ലോകത്തുള്ള എല്ലാ കറൻസിക്കും ഒരു ISO കോഡ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു 3 ആൽഫബറ്റ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക, 3 ക്യാരക്ടർ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അങ്ങനെ ഈ 3 ക്യാരക്ടർ കോഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ISO കോഡ് എന്ന് പറയാം. ഇവിടുത്തെ കേസിൽ അർജന്റീന, അവിടുത്തെ കറൻസി പെസോ ആണ്, അത് ARS എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓസ്ട്രേലിയൻ ഡോളർ ആണ്, AUD എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ബഹ്റിൻ ദിനാർ ആണ്, BSD എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ബ്രസീൽ റിയാൽ ആണ്, അത് BRL റിയൽ ആണ്, BRL എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. കനേഡിയൻ ഡോളർ ആണ്, CAD എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പൊ ഇതിലെ എല്ലാം ഒന്നും പഠിച്ചു വെക്കണ്ട, പക്ഷെ പോപ്പുലർ ആയ കറൻസികളുടെ ISO കോഡ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അത് ഏത് രാജ്യത്തിന്റെ ആണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓസ്ട്രേലിയൻ ഡോളർ AUD എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഡോളർ ആണെന്ന് മനസ്സിലാക്കണം. BSD ബഹ്റിൻ ദിനാർ ആണെന്ന് മനസ്സിലാക്കണം. CAD എന്ന് വെച്ചാൽ കനേഡിയൻ ഡോളർ ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ ആണോ? പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഇക്വഡോറിന്റെ സാധനങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. US ഡോളർ, അത് USD ആണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള സാധനമാണ് USD. അതുപോലെ ഡെൻമാർക്കിൽ ക്രോൺ ആണ്, DKK എന്ന് പറയും. അത് അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇന്ത്യയുടെ കറൻസി ഓഫ് കോഴ്സ് INR മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ദെൻ ജാപ്പനീസ് യെൻ ഓർത്ത് വെക്കുക, മിക്കവാറും ക്വസ്റ്റ്യനകത്തൊക്കെ വരാറുള്ള ഒരു സംഗതിയാണ് ജാപ്പനീസ് യെൻ. അപ്പൊ ജാപ്പനീസ് യെന്നിന്റെ ISO കോഡ് എന്ന് പറയുന്നത് എന്താണ്? JPY എന്നുള്ളതാണ് ജാപ്പനീസ് യെന്നിന്റെ ISO കോഡ് എന്ന് പറയുക, JPY. പിന്നെ നമുക്ക് വരേണ്ടത് മെയിൻ ആയിട്ട് വരുന്നത് ഫിലിപ്പീൻസ് പെസോ, പോളണ്ട്, റഷ്യ റൂബിൾ, RUB എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. സിംഗപ്പൂർ ഡോളർ SGD എന്ന് പറയുന്നത് എന്താണ്? സിംഗപ്പൂർ ഡോളർ ആണ്.
പിന്നെ അത്യാവശ്യം വരുന്ന കറൻസി UAE ദിറംസ് ആണ്, AED എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. യുണൈറ്റഡ് കിങ്ഡം പൗണ്ട് ആണ്, GBP ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമിലാണ് GBP എന്നറിയപ്പെടുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് US ഡോളർ ആണ്, USD എന്നാണ് അറിയപ്പെടുക. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ISO കോഡ് എന്ന് പറയുക. അപ്പൊ ഈ ISO കോഡ് വെച്ച് നമ്മുടെ കറൻസി എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക, അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഇതേ കറൻസിക്കൊക്കെ നമുക്ക് കറസ്പോണ്ടിങ് എന്തും ഉണ്ടാവും, സിമ്പലും ഉണ്ടാവും. ഇപ്പോൾ ഡോളറിന്റെ സിമ്പൽ എന്താണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ US ഡോളറിന്റെ കേസിൽ അതിന്റെ ISO കോഡ് എന്ന് പറയുന്നത് എന്താണ്? ISO കോഡ് എന്ന് പറയുന്നത് USD എന്നാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പൽ ഉണ്ട്. എന്താ സിമ്പൽ? നമ്മുടെ ഡോളറിന്റെ സൈൻ ആണ്. കറക്റ്റ് അല്ലേ? അതുപോലെ ഇപ്പൊ INR ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയാണ്, INR ആണ്. ബട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റുപ്പിക്ക് എന്തുണ്ട്? സിമ്പൽ ഉണ്ട്. ആ റുപ്പിയുടെ സൈൻ ഉണ്ട്. എന്റെ സ്റ്റെൻസിൽ നോക്കട്ടെ, ഞാൻ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ ഓരോ കറൻസിക്കും എന്തുണ്ട്? സിമ്പലും ഉണ്ട്, ISO കോഡും ഉണ്ട്. സിമ്പൽ കാണിക്കുമ്പോഴുള്ള മീനിങ് അല്ല ISO കോഡ് കാണിക്കുമ്പോൾ ഉണ്ടാവുക. പറഞ്ഞു പിടികിട്ടോ? അപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ത്യൻ രൂപയും ഡോളറുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് പറയാം. USD by INR ഈക്വൽസ് 75.13/75.20 എന്നാണ് കൊടുത്തേക്കുന്നത് വിചാരിക്കാം. അപ്പൊ ഇതൊരു എക്സ്ചേഞ്ച് റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന മെക്കാനിസം ആണ്. ഏതാ? USD by INR ഈക്വൽസ് 75.13 or 75.20 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ് എക്സ്ചേഞ്ച് റേറ്റിന്റെ. അപ്പൊ നമ്മൾ ഓർക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ USD by INR എന്ന് എഴുതിയാൽ ISO കോഡിലാണ് എഴുതിയിരിക്കുന്നത്. ISO കോഡിൽ എഴുതിയാലുള്ള മീനിങ് ആദ്യത്തെ കറൻസിയുടെ ഒരു യൂണിറ്റിന് രണ്ടാമത്തെ കറൻസി എത്ര എണ്ണമാണ് എന്നാണ്. ഇവിടുത്തെ ആദ്യത്തെ കറൻസി ഏതാ? USD ആണ്, അതായത് ഡോളർ ആണ്. എന്ന് വെച്ചാൽ മീനിങ് $1 ഈക്വൽസ് 75.13 INR, 75.13 ഇന്ത്യൻ റുപ്പി എന്നാണ് ഏതിന്റെ മീനിങ്? ഈ പറഞ്ഞ USD by INR എന്ന് എഴുതിയാലുള്ള മീനിങ്. എന്ന് വെച്ചാൽ അവിടെ ആദ്യത്തെ കറൻസിയുടെ ഒരു യൂണിറ്റിന് രണ്ടാമത്തെ കറൻസി എത്ര കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അവിടെ രണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. എന്താ? 75.13യും 75.20യും. അവിടെ രണ്ട് റേറ്റ് ഉണ്ട്. അതിനെ ബിഡ് റേറ്റ് എന്നും ആസ്ക് റേറ്റ് എന്നും പറയാം. അപ്പോൾ രണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. എന്തൊക്കെയാ? ബിഡ് റേറ്റ്, ആസ്ക് റേറ്റ്. എന്താ ബിഡ് റേറ്റ്? ബിഡ് റേറ്റും ആസ്ക് റേറ്റും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുന്നത് യൂഷ്വലി ആരാണ്? ബാങ്കുകളാണ്. അതുപോലെ അല്ലെങ്കിൽ ഫോറക്സ് ഡീലേഴ്സ് ഉണ്ടാവും. ഇവരാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുന്നത്. ഇവര് നോർമലി നമ്മുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല, നോർമലി ഈ കറൻസി വാങ്ങാനോ വിൽക്കാനോ ട്രാൻസാക്ഷൻ കോസ്റ്റ് വാങ്ങാറില്ല. പകരം ഈ റേറ്റിലുള്ള ഡിഫറൻസ് ആണ് ഇവരുടെ ലാഭം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 75.13 75.20 എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് വിലയുണ്ടല്ലോ. ഒരു ഡോളറിന് 75 രൂപ 13 പൈസ, ഒരു ഡോളറിന് 75 രൂപ 20 പൈസ. വില കുറവ് എവിടാ? 75 രൂപ 13 പൈസ. എന്ന് വെച്ചാൽ അത് എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? അവർ ഡോളർ വാങ്ങാൻ, അതായത് നമ്മൾ ഡോളർ വിൽക്കാൻ കൊണ്ട് ചെന്നാൽ നമുക്ക് ഒരു ഡോളറിന് 75 രൂപ 13 പൈസയെ തരത്തുള്ളൂ. എന്നാൽ ഞാൻ അതേ ബാങ്കിൽ ഡോളർ വാങ്ങാൻ ചെന്നാലോ അവർ 75 രൂപ 20 പൈസ വാങ്ങിക്കും. എന്ന് വെച്ചാൽ ഒരു ഡോളർ വാങ്ങണമെങ്കിൽ അങ്ങോട്ട് 75 രൂപ 20 പൈസ കൊടുക്കേണ്ടി വരും. ഇനി ഞാൻ ഡോളർ വിൽക്കാനാ കൊണ്ടിരുന്നെങ്കിലോ എനിക്ക് കുറഞ്ഞ റേറ്റേ തരത്തുള്ളൂ, എനിക്ക് 75 രൂപ 13 പൈസയെ തരത്തുള്ളൂ. ഇതിനെയാണ് ബിഡ് റേറ്റും ആസ്ക് റേറ്റും എന്ന് പറയാം. അപ്പൊ ബിഡ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? കറൻസി ഞാൻ വിൽക്കാൻ കൊണ്ടു ചെന്നാൽ അവർ വാങ്ങുന്ന റേറ്റ് ആണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബാങ്ക് കറൻസി പർച്ചേസ് ചെയ്യുന്ന റേറ്റ് ആണ് ബിഡ് റേറ്റ്. അടുത്ത ആസ്ക് റേറ്റോ? ആസ്ക് റേറ്റ് ബാങ്ക് കറൻസി സെല്ല് ചെയ്യുന്ന റേറ്റ് ആണ് ആസ്ക് റേറ്റ് എന്ന് പറയുന്നത്. അവർ ചോദിക്കുന്ന റേറ്റ്, ഇങ്ങോട്ട് വാങ്ങിക്കുന്ന റേറ്റ്. അപ്പൊ നമ്മൾ കറൻസി വിൽക്കാൻ കൊണ്ട് ചെന്നാൽ നമുക്ക് എന്താ കിട്ടുക? ബിഡ് റേറ്റ് ആണ് കിട്ടുക. നമ്മൾ കറൻസി വാങ്ങാൻ ചെന്നാലോ ആസ്ക് റേറ്റ് ആയിരിക്കും കിട്ടുക. അപ്പൊ ബേസിക്കലി ബിഡ് റേറ്റും ആസ്ക് റേറ്റും വളരെ സിമ്പിൾ ആണ്. ഇത്രയും ഓർത്താൽ മതി. ബിഡ് റേറ്റ്, അതിലെ റേറ്റ് കുറഞ്ഞ റേറ്റിനെ ബിഡ് റേറ്റ് എന്നും റേറ്റ് കൂടിയ റേറ്റിനെ ആസ്ക് റേറ്റ് എന്നും പറയും. ഓക്കെ ആണോ? അപ്പൊ ബിഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ രണ്ട് കൺഫ്യൂഷൻ വരും. എന്താണെന്നറിയോ? രണ്ടാളുടെ പോയിന്റ് ഓഫ് വ്യൂ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാൻ കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂ ഡിഫറെന്റ് ആണ്, ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഡിഫറെന്റ് ആണ്. ഞാനൊരു കസ്റ്റമർ ആണ്. ഞാൻ US ഡോളർ വിൽക്കാനായിട്ട് കൊണ്ടുചെന്നു. എനിക്ക് എന്താ കിട്ടുക? എനിക്ക് ബിഡ് റേറ്റ് ആ കിട്ടുക. എന്റെ കയ്യിൽ നിന്ന് ബാങ്ക് എന്താ ചെയ്യണേ? കറൻസി പർച്ചേസ് ചെയ്യുവാണ്. കറക്റ്റ് അല്ലേ? ഇനി ഞാൻ ഡോളർ വാങ്ങാനായിട്ട് ചെന്നു. ഞാൻ ഡോളർ വാങ്ങാനായിട്ട് ഇന്ത്യൻ രൂപയും കൊണ്ട് ചെന്നു. എനിക്ക് കുറച്ച് ഡോളർ പർച്ചേസ് ചെയ്യണം. ഞാൻ ഒരു ഫോറിൻ ട്രിപ്പ് പോകുന്നു, എനിക്ക് കുറച്ച് US ഡോളർ വേണം. ഞാൻ ഡോളർ പർച്ചേസ് ചെയ്യാനായിട്ട് ചെല്ലുന്നു. ചെന്നാൽ ഞാൻ അവിടെ ചെല്ലുന്നത് എന്തിനാ? ഞാൻ ഡോളർ വാങ്ങാനാണ് ചെല്ലുന്നത്. ബാങ്ക് എനിക്ക് എന്താ ചെയ്യുന്നത്? ബാങ്ക് ഡോളർ വിൽക്കുകയാണ്. ബാങ്ക് ഡോളർ എനിക്ക് സെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരുടെയും പോയിന്റ് ഓഫ് വ്യൂ മാറിയും തിരിഞ്ഞും പറയുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഇതെന്താ വാങ്ങുന്നു വിൽക്കുന്നു തല തിരിച്ച് പറയുന്നു? ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ ബിഡ് റേറ്റും ആസ്ക് റേറ്റും എന്ന് പറയുന്നത്. ബിഡ് റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിഡ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കറൻസി വിൽക്കാൻ കൊണ്ട് ചെന്നാൽ നമുക്ക് കിട്ടുന്ന കുറഞ്ഞ റേറ്റിനെ ബിഡ് റേറ്റ് എന്നും, നമ്മൾ കറൻസി പർച്ചേസ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കൂടിയ റേറ്റിനെ ആസ്ക് റേറ്റ് എന്നും പറയാം. അപ്പൊ അതാണ് ബിഡ് റേറ്റും ആസ്ക് റേറ്റും.
ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞത് ISO നൊട്ടേഷനിലാണ് പറയുന്നതെങ്കിൽ, ISO കോഡ് ഉപയോഗിച്ചാണ് എക്സ്ചേഞ്ച് റേറ്റ് എക്സ്പ്രസ് ചെയ്തതെങ്കിൽ അവിടുത്തെ മീനിങ് എന്താ? ഒരു യൂണിറ്റ് അവിടുത്തെ ഫസ്റ്റ് കറൻസിക്ക് എത്ര യൂണിറ്റ് രണ്ടാമത്തെ കറൻസി. ഇനി ഇതേ ISO കോഡ് തന്നെ നമ്മൾ ISO കോഡ് അല്ല, ഇതേ എക്സ്ചേഞ്ച് റേറ്റ് തന്നെ നമ്മൾ സിമ്പൽ ഉപയോഗിച്ചാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്നത് റുപ്പി ബൈ ഡോളർ എന്നായിരിക്കും. ഈക്വൽസ് 75.13/75.20. ഇവിടെ സിമ്പൽ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നേരെ മീനിങ് തിരിയും. അവിടെ മീനിങ് എന്താ? ഒരു യൂണിറ്റ് രണ്ടാമത്തെ കറൻസിക്ക് എത്ര ഇന്ത്യൻ രൂപ എന്നാണ് മീനിങ്. അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ ആദ്യത്തെ സിമ്പലിന്റെ ഒരു പെർ യൂണിറ്റ് ആയിരിക്കത്തില്ല തരിക, മറിച്ച് രണ്ടാമത് കിട്ടും. ഇപ്പൊ റുപ്പി ബൈ ഡോളർ എന്നാണ് കൊടുത്തേക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഒരു ഡോളറിന് എത്ര ഇന്ത്യൻ രൂപ എന്നാണ് മീനിങ്. അപ്പൊ $1 ഈക്വൽസ് 75.13 ഡോളർ, 75.13 റുപ്പി ഓർ 75.20 റുപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഒരു ഡോളർ വാങ്ങാൻ ചെന്നാൽ 75 രൂപ 20 പൈസ കൊടുക്കണം, ഒരു ഡോളർ വിൽക്കാൻ ചെന്നാൽ 75 രൂപ 13 പൈസയെ കിട്ടത്തുള്ളൂ. ഓക്കെ ആണോ? എക്സ്ചേഞ്ചിന് യാതൊരു മാറ്റവും ഇല്ല, പക്ഷേ മീനിങ് മാറി. എന്താ? ISOയിൽ കൊടുത്തപ്പോ ആദ്യത്തെ ഒരു യൂണിറ്റ് കറൻസി USD ബൈ INR എന്ന് പറഞ്ഞ മീനിങ് ഒരു ഡോളറിന് എത്ര ഇന്ത്യൻ രൂപ എന്നാണ്. സിമ്പലിൽ റുപ്പി ബൈ ഡോളർ എന്ന് എഴുതിയാലോ നേരെ തിരിവാണ്. എന്താ? ഒരു ഡോളറിന് എത്ര ഇന്ത്യൻ രൂപ എന്നാണ് മീനിങ്. അപ്പൊ ഇത് പ്രത്യേകം ഓർക്കണം, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ISO കോഡിൽ നമ്മുടെ ആദ്യത്തെ കറൻസിക്ക് എത്ര, ഒരു യൂണിറ്റ് കറൻസിക്ക് എത്ര ഇന്ത്യൻ രണ്ടാമത്തെ കറൻസി എന്നാണ്. ഇപ്പൊ ഈ ഡോളറും ഇന്ത്യൻ രൂപയും പറയുമ്പോൾ ഈ കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. കാരണം നിങ്ങൾക്ക് കോട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിനെ ഒരു കോട്ട് എന്നാണ് പറയുക, എക്സ്ചേഞ്ച് കോട്ട് എന്നാണ് പറയുക. അപ്പൊ നമുക്ക് ഇതിനെ കോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഡോളറിന്റെ ഇന്ത്യൻ രൂപയുടെ വില എന്താണ്. കാരണം നമുക്കറിയാം ഡോളറിന്റെ വില കൂടുതലാണ്, ഇന്ത്യൻ രൂപയുടെ വില കുറവാണ്. അപ്പൊ 75 റുപ്പി എന്ന് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഒരു ഡോളറിന് എത്ര ഇന്ത്യൻ രൂപയാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത രണ്ട് കറൻസി ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ JPY ബൈ EUR. EUR എന്ന് വെച്ചാൽ യൂറോയ്ക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് EUR എന്ന് പറയുന്നത്. അപ്പൊ JPY ബൈ യൂറോ എന്ന് പറയുന്നത് 0.57 അല്ലെങ്കിൽ 0.50/0.55 ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് വിചാരിക്കാം. ഇത് ആരുടെ എക്സ്ചേഞ്ച് റേറ്റാ? അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരും. ഇനി ജാപ്പനീസ് yen ആണോ വലുത്, യൂറോ ആണോ വലുത്, അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ലോജിക് ഉപയോഗിച്ച് ചിന്തിക്കുകയും ചെയ്യരുത്. പിന്നെയോ, നമ്മൾ കൃത്യമായി കോട്ടിന്റെ റൂൾ അനുസരിച്ച് മാത്രമേ ഈ എക്സ്ചേഞ്ച് റേറ്റിനെ മനസ്സിലാക്കാവൂ. അപ്പൊ നമ്മൾ നോക്കുക, രണ്ട് കാര്യങ്ങൾ നോക്കുക. സിമ്പൽ ആണോ ISO ആണോ? സിമ്പൽ അല്ല, ISO ആണ്. ISO ആണെങ്കിൽ കണ്ടീഷൻ എന്താ? ഫസ്റ്റ് കിടക്കുന്ന കറൻസിയുടെ ഒരു യൂണിറ്റിന് സെക്കൻഡ് കറൻസി എത്ര എന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് കിടക്കുന്ന കറൻസി എന്താ? ജാപ്പനീസ് yen ആണ്. അപ്പൊ 1 ജാപ്പനീസ് yen-ന് എത്ര യൂറോ? എത്ര യൂറോ? 0.5 യൂറോ ആണ് കിട്ടുക. ഓക്കെ, ഒരു ജാപ്പനീസ് yen-ന് 0.5 യൂറോ ആണ് കിട്ടുക. അല്ലെങ്കിൽ 0.55 യൂറോ കൊടുത്താലായിരിക്കും നിങ്ങൾക്ക് ഒരു ജാപ്പനീസ് yen വാങ്ങാനായിട്ട് പറ്റുക. ഇതേ കോട്ട് കറൻസിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ, സിമ്പലിൽ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? യെന്നിന്റെയും യൂറോയുടെയും എക്സ്ചേഞ്ച് റേറ്റ് കാണുക. അപ്പൊ ഈ യൂറോയെ കാണിക്കുന്ന ഈ ഇട്ടിട്ട് ഒരു സൈൻ ആണ്, ഞാൻ അതെല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ സ്മോൾ ലെറ്റർ E എന്നുള്ള ടേം യൂസ് ചെയ്യാണ് യൂറോയ്ക്ക് വേണ്ടിയിട്ട്. ആക്ച്വൽ അത് എക്സ്ചേഞ്ച് ആക്ച്വൽ കോട്ട് അതല്ല, ഇങ്ങനെ അല്ല, അതിങ്ങനെ വളച്ചിട്ട് രണ്ട് സൈനൊക്കെ ഇട്ടിട്ടാണ് യൂറോയുടെ ഇത് കാണിക്കുക. സപ്പോസ് അസ്യൂം യൂറോയുടെ സൈൻ ആണെന്ന് അസ്യൂം ചെയ്യാം. എൻ്റെ കയ്യിൽ എക്സൽ ആയതുകൊണ്ടും ഞാൻ സ്റ്റെൻസിൽ എടുക്കാത്തതുകൊണ്ട് മാത്രം ഇപ്പൊ പറയാണ്, വീഡിയോ കട്ട് ചെയ്യുന്നില്ല. ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. യൂറോയുടെ സൈൻ E അല്ല, മറിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സൈൻ ആണ്. ബട്ട് തൽക്കാലം അസ്യൂം ചെയ്യുക യൂറോയുടെ സൈൻ അതാണ്. യെന്നിന്റെ സൈൻ Y ആണെന്ന് വിചാരിക്കുക. അതും Y അല്ല, Y ഇട്ടിട്ട് ഒരു സൈൻ ഒക്കെ ഉണ്ട്. അപ്പൊ അത് വിട്ടേക്കുക. അപ്പൊ യൂറോ ബൈ yen ഈക്വൽസ് 0.50/0.55 എന്നായിരിക്കും എഴുതുക. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? എന്ന് വെച്ചാൽ രണ്ടാമത്തെ കറൻസി സിമ്പൽ ആണെങ്കിൽ രണ്ടാമത്തെ കറൻസി എന്താ? ഇവിടുത്തെ രണ്ടാമത്തെ കറൻസി യൂറോ ആണോ N ആണോ? N ആണ്. ഒരു യൂണിറ്റ് N-ന് എത്ര യൂറോ? ഒരു യൂണിറ്റ് N-ന് 0.5 യൂറോ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് N-ന് 0.55 യൂറോ. ഇതൊന്നും എക്സ്ചേഞ്ച് റേറ്റ് ആക്ച്വൽ ഒന്നും അല്ല, ഞാൻ വെറുതെ എന്റെ റാൻഡം ആയിട്ട് മനസ്സിൽ തോന്നിയ എക്സ്ചേഞ്ച് റേറ്റ് എടുത്തിട്ടതാണ്. അപ്പൊ ഇതായിരിക്കും അതിന്റെ മീനിങ് എന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പൊ ബേസിക് കാര്യങ്ങൾ എൻഷുർ ചെയ്യുക. എന്താണ്? ഒരു കോട്ട് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? അപ്പൊ ഒരു കോട്ടിനകത്ത് രണ്ട് രീതിയിൽ കോട്ട് എക്സ്പ്രസ് ചെയ്യാം. ഒന്ന് സിമ്പൽ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാം, രണ്ട് അതിന്റെ ISO കോഡ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാം. ISO കോഡ് ആണെങ്കിൽ ആ ISO കോഡിൽ ആദ്യം കിടക്കുന്ന കറൻസിയുടെ കോഡ് ഏതാണോ അതിന്റെ ഒരു യൂണിറ്റിന് എത്ര രണ്ടാമത്തെ കറൻസി എന്നാണ് മീനിങ്. ഇനി സിമ്പൽ ആണെങ്കിൽ തിരിച്ചാണ്, രണ്ടാമത് കിടക്കുന്ന കറൻസിയുടെ ഒരു യൂണിറ്റിന് ആദ്യത്തെ കറൻസി എത്ര കിട്ടും എന്നാണ് അതിന്റെ മീനിങ്. രണ്ട് റേറ്റ് ആണ് നമ്മൾ പഠിച്ചത്, ബിഡ് റേറ്റ്, ആസ്ക് റേറ്റ്. എന്താ ബിഡ് റേറ്റ്, ആസ്ക് റേറ്റ്? നമ്മൾ ബാങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റേറ്റ് ആണ് ബിഡ് റേറ്റ്. നമ്മൾ ഫോറിൻ കറൻസി പർച്ചേസ് ചെയ്യാനായിട്ട് ബാങ്കിൽ ചെന്നാൽ ബാങ്ക് നമ്മുടെ ഇന്ന് ഡിമാൻഡ് ചെയ്യുന്ന, ആസ്ക് ചെയ്യുന്ന റേറ്റ് ആണ് ആസ്ക് റേറ്റ്.
ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ബേസിക് കാര്യങ്ങൾ. അതായത് ഒരു കോട്ട് ISO കോഡ് എന്താ, സിമ്പൽ എന്താ, പിന്നെ അതിന്റെ ഡയറക്റ്റ് ബിഡ് റേറ്റ് എന്താ, ആസ്ക് റേറ്റ് എന്താ. ഓക്കെ ആണോ? നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത നമുക്ക് നോക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോട്ട് ആൻഡ് ഇൻഡയറക്റ്റ് കോട്ട്. അപ്പോൾ എന്താണ് ഒരു ഡയറക്റ്റ് കോട്ട്, എന്താണ് ഒരു ഇൻഡയറക്റ്റ് കോട്ട്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഡയറക്റ്റ് കോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഫോറിൻ കറൻസിക്ക് എത്ര ഹോം കറൻസി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോട്ട് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ റുപ്പി ബൈ ഡോളർ, നമ്മുടെ സൈൻ ഇവിടെ കിടപ്പുണ്ടല്ല. അപ്പോൾ നമുക്ക് റുപ്പി സൈൻ അറിയാലോ, റുപ്പി ബൈ ഡോളർ, ഡോളർ സൈൻ അറിയാം. ഓക്കെ, അപ്പോൾ റുപ്പി ബൈ ഡോളർ ഈക്വൽസ് 75.50/75.60. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റേറ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യമേ ബേസിക് കാര്യങ്ങൾ ഒന്നുകൂടെ ഉറപ്പിക്കാം. റുപ്പി ബൈ ഡോളർ ഇത് എന്താണ്, ISO ആണോ സൈൻ ആണോ? സൈൻ ആണ്. സൈൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? ഒരു ഡോളറിന് എത്ര രൂപ, രണ്ടാമത്തെ യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. അതായത് റുപ്പി ബൈ ഡോളർ എന്ന് പറയുന്നതിൽ ഒരു ഡോളറിന്റെ റേറ്റ് ആണ് നമുക്ക് തന്നേക്കുന്നത് റുപ്പി എത്ര, 75.50 എന്ന് വെച്ചാൽ മീനിങ് എന്താ, $1 ഈക്വൽസ് 75.50 റുപ്പി ഓർ 75.60 റുപ്പി. കറക്റ്റ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ കോഡ്. ഇനി അടുത്ത ചോദ്യം, ഇവിടുത്തെ ഹോം കറൻസി ആരാണ്, ഫോറിൻ കറൻസി ആരാണ്? ഇത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റുപ്പി ആയതുകൊണ്ട് എപ്പോഴും ഇന്ത്യൻ രൂപ ഹോം കറൻസി എന്നൊന്നും അർത്ഥമില്ല. നമുക്കിതിൽ ആരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ഫോർ ഇന്ത്യൻസ് ഇവിടെ ഹോം കറൻസി എന്ന് പറയുന്നത് എന്താണ്? ഹോം കറൻസി എന്ന് പറയുന്നത് പിന്നെ ഏതാണ്, റുപ്പിയാണ്. ഇനി ഫോറിൻ കറൻസിയോ? ഫോറിൻ കറൻസി എന്ന് പറയുന്നത് ഡോളറാണ്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ ഒരു യൂണിറ്റ് ഫോറിൻ കറൻസിക്ക്, കാരണം ഒരു യൂണിറ്റ് ഡോളറിന്, ഒരു ഡോളറിന് എത്ര ഇന്ത്യൻ രൂപ എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ ഫോറിൻ കറൻസി ആണ് ഡോളർ. ആ ഫോറിൻ കറൻസിയുടെ ഒരു യൂണിറ്റിന് എത്ര ഇന്ത്യൻ രൂപ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു ഡയറക്റ്റ് കോട്ടാണ്. ആരുടെ ഡയറക്റ്റ് കോട്ടാണ്? ഡയറക്റ്റ് കോട്ട് ഓഫ് ഡോളർ ഇൻ ഇന്ത്യ. അപ്പൊ ഈ തന്നേക്കുന്നത് ആരുടെയാണ്? ഇന്ത്യയിലുള്ള ഡോളറിന്റെ ഡയറക്റ്റ് കോട്ടാണ്. അപ്പൊ ഇതിനെ ഡയറക്റ്റ് കോട്ടാണെന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ഫോറിൻ കറൻസിക്ക് എത്ര ഹോം കറൻസി കിട്ടും എന്നാണ് പറയുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡയറക്റ്റ് കോട്ട് എന്ന് പറയാം. തിരിച്ചു വേണമെങ്കിലും പറയാം, ഒരു ഇന്ത്യൻ രൂപയ്ക്ക് എത്ര ഡോളർ കിട്ടും. അതെങ്ങനെയാ കണ്ടുപിടിക്കണേ? ഒരു ഡോളറിന് 75 രൂപ കിട്ടുമെങ്കിൽ ഒരു രൂപയ്ക്ക് എത്ര ഡോളർ കിട്ടും? 1/75 കിട്ടും അല്ലെ. 1/75.50 എന്ന് പറയുമ്പോൾ അവിടെ 0.013245 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കോട്ട് എഴുതാൻ പറ്റുന്നത്, നമ്മൾ എഴുതുന്നത് എങ്ങനെ ആയിരിക്കും? ഡോളർ ബൈ റുപ്പി എന്നായിരിക്കും നമ്മൾ എഴുതുക. ഡോളർ ബൈ റുപ്പി. അപ്പൊ ഡോളർ ബൈ റുപ്പി ഈക്വൽസ് 0.013, ഒരു 4 ഡെസിമൽ പോയിന്റ് മതിയാവും. അപ്പൊ ഡോളർ ബൈ റുപ്പി ഈക്വൽ 0.0132 എന്നാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ അർത്ഥം എന്താ? ISO കോട്ട് അല്ല, സിമ്പിൾ ആണ്. അപ്പൊ പിന്നെ രണ്ടാമത് കിടക്കുന്ന കറൻസിയുടെ ഒരു യൂണിറ്റിന് എത്ര അടുത്ത കറൻസി എന്നാണ് മീനിങ്. എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടുത്തെ മീനിങ് എന്താ? 1 ഇന്ത്യൻ റുപ്പി ഈക്വൽസ് 0.0132 ഡോളർ. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ ഒരു യൂണിറ്റ് ഹോം കറൻസിക്ക് എത്ര ഫോറിൻ കറൻസി എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ ഇത് ആരുടെ കോട്ടാണ്? ഇത് ഇൻഡയറക്റ്റ് കോട്ടാണ്. ഇൻഡയറക്റ്റ് കോട്ട് ഓഫ് ഡോളർ ഇൻ ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇൻഡയറക്റ്റ് കോട്ട് ഓഫ് ഡോളർ ഇൻ ഇന്ത്യ എന്ന് പറയാം. ഇന്ത്യയിലെ ഡോളറിന്റെ ഇൻഡയറക്റ്റ് കോട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഡോളറിന്റെ ഡയറക്റ്റ് കോട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ഒരു ഡോളറിന് എത്ര ഇന്ത്യൻ രൂപ എന്നാണ് പറയേണ്ടത്. ഇനി ഇന്ത്യയിലെ ഇൻഡയറക്റ്റ് കോട്ട് എന്ന് പറയണമെങ്കിൽ ഒരു രൂപയ്ക്ക് എത്ര ഡോളർ എന്ന് വേണമെങ്കിലും പറയണം. ഇനി ഇതേ കോട്ട് അമേരിക്കയിൽ ഇരുന്ന് ചിന്തിക്കുന്ന ഒരു സായിപ്പിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലോ, $1 ഇപ്പൊ മേളിൽ തന്നേക്കുന്ന റേറ്റ് ആയ റുപ്പി ബൈ ഡോളർ ഈക്വൽ 75.50 എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ ഇരുന്ന് ചിന്തിക്കുന്ന ഒരു ഫോറിനർ, അയാൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? അയാളെ സംബന്ധിച്ച് ഹോം കറൻസി എന്ന് പറയുന്നത് US ഡോളർ ആണ്, ഫോറിൻ കറൻസിയാണ് ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത്. അപ്പൊ അയാളെ സംബന്ധിച്ച് ഈ 75.50 എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് കോട്ടാണ്. ആരുടെ ഇൻഡയറക്റ്റ് കോട്ട്? റുപ്പിയുടെ ഇൻഡയറക്റ്റ് കോട്ട്. എവിടെ? US-ൽ. അപ്പോൾ ഇതേ സംഗതി നമുക്ക് തിരിച്ചും പറയാം. എങ്ങനെ? ഇൻഡയറക്റ്റ് കോട്ട് ഓഫ് റുപ്പി ഇൻ US. US-ലുള്ള ഇന്ത്യൻ രൂപയുടെ ഇൻഡയറക്റ്റ് കോട്ടാണ്. അപ്പൊ US-ൽ ഇന്ത്യൻ രൂപയുടെ ഡയറക്റ്റ് കോട്ട് എങ്ങനെയായിരിക്കും എക്സ്പ്രസ് ചെയ്യുക? ഒരു ഇന്ത്യൻ രൂപയ്ക്ക് എത്ര ഡോളർ എന്ന് പറയുന്നതാണ് US-ലെ റുപ്പിയുടെ ഡയറക്റ്റ് കോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് അത് വരുന്നത്, ഡയറക്റ്റ് കോട്ട് ഓഫ് റുപ്പി ഇൻ US. US-ലുള്ള ഇന്ത്യൻ രൂപയുടെ ഡയറക്റ്റ് കോട്ട് എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയണം? ഡോളർ ബൈ റുപ്പി എന്നും പറയണം.
മനസ്സിലാവോ? അപ്പോൾ ഹോം കറൻസി, ഫോറിൻ കറൻസി, ഡയറക്റ്റ് കോട്ട്, ഇൻഡയറക്റ്റ് കോട്ട് എന്നൊക്കെ പറയുന്നത് എല്ലാം ആപേക്ഷികമാണ്. അതായത് എവിടെ നിന്നുകൊണ്ട് ആര് ചിന്തിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ ഏതിൽ മാത്രം ഫോക്കസ് ചെയ്യുക? റൂളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എന്താ റൂള്? ഡയറക്റ്റ് കോട്ട് എന്ന് പറയണമെങ്കിൽ ഒരു യൂണിറ്റ് ഫോറിൻ കറൻസിക്ക് എത്ര ഇന്ത്യൻ രൂപ എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് കോട്ട്. ഓക്കെ ആണോ? അപ്പോ തിരിച്ച് ഡയറക്റ്റ് കോട്ട് തന്നാൽ, ഏതെങ്കിലും ഒരു കറൻസിയുടെ ഡയറക്റ്റ് കോട്ട് തന്നാൽ അതിൽ നിന്ന് ഹോം കറൻസി ഏതാ ഫോറിൻ കറൻസി ഏതാ നമുക്ക് പറയാനും പറ്റും. എങ്ങനെ? ഇപ്പൊ റുപ്പി ബൈ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോളറിന് എത്ര ഇന്ത്യൻ രൂപ എന്നാണല്ലോ അർത്ഥം. അപ്പൊ അതിൽ ഡോളർ എന്ന് പറയുന്നത് ആരാണ്? ഡോളർ എന്ന് പറയുന്നത് ഫോറിൻ കറൻസിയാണ്. രണ്ടാമത്തെ ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് ഹോം കറൻസിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. റുപ്പി ബൈ ഡോളർ എന്ന് പറയുമ്പോൾ സൈൻ യൂസ് ചെയ്യുമ്പോൾ തിരിച്ചാണ് നമ്മൾ കോട്ട് പറയുന്നുണ്ടാവുക. രണ്ട്, ഡയറക്റ്റ് കോട്ട് ആവണമെങ്കിൽ ഒരു യൂണിറ്റ് ഫോറിൻ കറൻസിക്ക് എത്ര ഹോം കറൻസി എന്ന് പറയണം. അപ്പോഴാണ് അതിന് ഡയറക്റ്റ് കോട്ട് ആയിട്ട് മാറുക. ഇൻഡയറക്റ്റ് കോട്ടോ ഒരു യൂണിറ്റ് ഹോം കറൻസിക്ക് എത്ര ഫോറിൻ കറൻസി എന്ന് പറയുന്നതാണ് ഇൻഡയറക്റ്റ് കോട്ട് എന്നും പറയുക. ക്ലിയർ ആണോ? അപ്പൊ അത്രയും പോയിന്റുകൾ. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഡയറക്റ്റ് കോട്ടായി, ഇൻഡയറക്റ്റ് കോട്ടായി. അടുത്ത അമേരിക്കൻ നോംസ്, ബിഡ് ആസ്ക് റേറ്റ്, ബിഡ് ആസ്ക് സ്പ്രെഡ്, അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ് ബിഡ് ആസ്ക് റേറ്റ്? ബിഡ് റേറ്റ്, ആസ്ക് റേറ്റ് എന്ന് പറയുന്നത് ആ കറൻസിയുടെ വാങ്ങുന്നതും വിൽക്കുന്നതും തമ്മിലുള്ള വില വ്യത്യാസത്തെയാണ് ബിഡ് റേറ്റും ആസ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇനി ബിഡ് ആസ്ക് സ്പ്രെഡ് എന്ന് പറയുന്നത് ആ കറൻസികളുടെ പ്രൈസിലുള്ള ഡിഫറൻസിനെയാണ് എന്തെന്ന് വിളിക്കുക? സ്പ്രെഡ് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റേറ്റിനകത്ത് റുപ്പി ബൈ ഡോളർ ഈക്വൽ 75.50/75.60. ഇങ്ങനെ നമ്മൾ കോട്ട് പറഞ്ഞാൽ ഇവിടെ ബിഡ് റേറ്റ് ഏതാ, ആസ്ക് റേറ്റ് എത്ര? ബിഡ് റേറ്റ് ഓഫ് ഡോളർ എന്ന് പറയുന്നത് 75.50 ആണ്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിങ്ങൾ ഡോളർ വിൽക്കാൻ ചെന്നാൽ ഒരു ഡോളറിന് 75 രൂപ 50 പൈസ മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി ആസ്ക് റേറ്റ് ഓഫ് ഡോളർ എന്ന് പറയുന്നതോ? ഡോളറിന്റെ ആസ്ക് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 75.60 റുപ്പിയാണ്. അതായത് ഒരു ഡോളർ വാങ്ങാൻ ചെന്നാൽ ബാങ്ക് നിങ്ങളോട് ആസ്ക് ചെയ്യുന്ന റേറ്റ് എത്രയാണ്? ഒരു ഡോളറിന് 75 രൂപ 60 ഇന്ത്യൻ രൂപ വെച്ച് അവർ ആസ്ക് ചെയ്യും. അതാണ് അവിടുത്തെ ആസ്ക് റേറ്റ്. ഇനി ഇവിടുത്തെ ബിഡ് ആസ്ക് സ്പ്രെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിഡ് ആസ്ക് സ്പ്രെഡ് എന്ന് പറയുന്നത് ഈ കറൻസിയുടെ ബിഡ് റേറ്റും ആസ്ക് റേറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് 10 പൈസയാണ് ഇവിടുത്തെ വ്യത്യാസം. 75.5ഉം 75.6ഉം ആയിട്ടുള്ള ഡിഫറൻസ് 10 പൈസ ഉണ്ട്. ആ 10 പൈസ ആയിരിക്കും അവിടുത്തെ ബിഡ് ആസ്ക് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും പോയിന്റ്സുകൾ ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് നമ്മുടെ ബിഡ് ആസ്ക് സ്പ്രെഡ് എന്ന് പറയാം. ദെൻ ബിഡ് ആസ്കിന്റെ സ്പ്രെഡിന്റെ പെർസെന്റേജ് ആയിട്ടൊക്കെ പറയാറുണ്ട്. അതിനൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്രോസ് റേറ്റ് ആണ്. അതായത് നമുക്ക് ഈ ക്രോസ് റേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റേറ്റിനെ ഇൻവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ബിഡിനെയും ആസ്കിനെയും ഒക്കെ ഇൻവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഒരു 3 എക്സാമ്പിൾ ആദ്യം നോക്കാം. അതിനുശേഷം നമ്മുടെ റൂൾ പഠിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റുപ്പി ബൈ ഡോളർ ഈക്വൽ 75.50/75.60. ഇതാണ് നമ്മളുടെ റേറ്റ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറഞ്ഞ റേറ്റ് നോക്കാം. റുപ്പി ബൈ ഡോളർ ഈക്വൽസ് 25 റുപ്പി സ്ലാഷ് 26 റുപ്പി. ചെറിയ മതി, ഫ്രാക്ഷൻ ഒക്കെ ഒഴിവാക്കാം. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇന്റൻഷനലി മനഃപൂർവ്വം ചെറിയ റേറ്റ് എടുക്കുന്നതാണ്. അപ്പൊ റുപ്പി ബൈ ഡോളർ 25/26 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഒരു ഡോളറിന് 25 രൂപ അല്ലെങ്കിൽ ഒരു ഡോളറിന് 26 രൂപ. അവിടുത്തെ ബിഡ് റേറ്റ് എന്താ? അതുപോലെ ഇത് ആരുടെ ഡയറക്റ്റ് കോട്ടാ? ഡയറക്റ്റ് കോട്ട് ഓഫ് ഡോളർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഡോളറിന്റെ ഡയറക്റ്റ് കോട്ടാണ്. കാരണം ഒരു യൂണിറ്റ് ഫോറിൻ കറൻസി, അതായത് ഒരു ഡോളറിന് എത്ര ഇന്ത്യൻ രൂപ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതേ സാധനം ISO നൊട്ടേഷനിൽ എഴുതുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കും എഴുതുക? USD by INR എന്നായിരിക്കും എഴുതുക. USD by INR ഈക്വൽസ് 25/26 എന്നായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം എന്താ? ഒരു ഡോളറിന് 25 ഇന്ത്യൻ രൂപ അല്ലെങ്കിൽ 26 ഇന്ത്യൻ രൂപ. ഓക്കെ ആണോ? അപ്പൊ ഇതിൽ ബിഡ് റേറ്റും ആസ്ക് റേറ്റും എത്ര? ബിഡ് റേറ്റ് ഓഫ് ഡോളർ എന്ന് പറയുന്നത് 25 റുപ്പീസ് ആണ്. ആസ്ക് റേറ്റ് ഓഫ് ഡോളറോ? ആസ്ക് റേറ്റ് ഓഫ് ഡോളർ എന്ന് പറയുന്നത് 26 റുപ്പീസ് ആണ്. എന്ന് വെച്ചാൽ ഒരു ഡോളർ വാങ്ങണമെങ്കിൽ 26 ഇന്ത്യൻ രൂപ കൊടുക്കണം. ഡോളർ വിൽക്കാൻ ചെന്നാൽ 25 ഇന്ത്യൻ രൂപയെ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇൻവേഴ്സ് ചെയ്യാം. ഇൻഡയറക്റ്റ് കോട്ടാക്കി മാറ്റാം. ഇൻഡയറക്റ്റ് കോട്ടാക്കി മാറ്റുന്നത് എങ്ങനെയാ? അതായത് ആലോചിച്ച് നോക്കുക. 1 ഡോളറിന്റെ റേറ്റ് ആണ്. 1 ഡോളർ ഈക്വൽസ് 25 റുപ്പി. അങ്ങനെയാണെങ്കിൽ 1 റുപ്പി ഈക്വൽസ് എത്ര ആയിരിക്കും? 1/25 ആയിരിക്കും. കറക്റ്റ് അല്ലേ? കാരണം എന്താ? ഒരു ഡോളറിന് 25 ഇന്ത്യൻ രൂപയാണെങ്കിൽ ഒരു രൂപയ്ക്ക് എത്ര ഡോളർ കിട്ടും? നമ്മൾ എങ്ങനെ മനസ്സിലാക്കണേ? 1/25. അതായിരിക്കും നമ്മളുടെ ഡോളറിന്റെ റേറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര കിട്ടുക? 0.04 എന്നാണ് കിട്ടുക. നമുക്ക് അതിന്റെ ഡെസിമൽ പോയിന്റ്സ് ഉൾപ്പെടെ ഒന്ന് എടുത്തേക്കാം. നമുക്ക് അവിടെ 0.04 എന്നാണ് കിട്ടുക. അപ്പോ നമ്മളിവിടെ ബിഡ് റേറ്റും ആസ്ക് റേറ്റിനെ ഇൻവേഴ്സ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ ഒന്ന് നോക്കിയേ, നമ്മൾ 1/bid rate ചെയ്തു, 1/bid rate ചെയ്യുന്നു. നമ്മൾ എന്തിനാ ഇൻഡയറക്റ്റ് കോട്ട് ഉണ്ടാക്കാൻ പോവാണ്. അതായത് ഒരു ഇന്ത്യൻ രൂപയ്ക്ക് എത്ര ഡോളർ കിട്ടുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേ, നമ്മൾ ബിഡ് റേറ്റിനെ ഇൻവേഴ്സ് ചെയ്യാൻ പോകുന്നു. അതായത് ഒരു ഇന്ത്യൻ രൂപയ്ക്ക്, ഒരു ഡോളറിന് 25 ഇന്ത്യൻ രൂപ കിട്ടുമെങ്കിൽ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് എത്ര ഡോളർ കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ ചെയ്യേണ്ടത്, 1/25 ദാറ്റ് ഈസ് 0.04 എന്നാണ് കിട്ടുന്നത്, ആണല്ലോ. ഇനി 1/ask rate കൂടെ ചെയ്യാം. ആസ്ക് റേറ്റ് എത്രയായിരുന്നു, 26 രൂപയായിരുന്നു. അപ്പൊ 1/26 എന്ന് കിട്ടും. എത്ര 1/26? 1/26 എന്ന് പറയുന്നത് 0.038 എന്നാണ് കിട്ടുന്നത്. അപ്പൊ അവിടെ 1/26 ഈക്വൽസ് 0.038 എന്നും കിട്ടും. ഞാൻ 0.03846 അങ്ങോട്ട് പോകുന്നുണ്ട്, ഞാനൊരു 3 ഡെസിമൽ പോയിന്റ്സ് എടുക്കുന്നു. 0.038 എന്ന് കിട്ടും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഇപ്പൊ എന്താ നമുക്ക് കിട്ടിയ റേറ്റ്, ഒരു ഇന്ത്യൻ രൂപയ്ക്ക് എത്ര ഡോളർ എന്നുള്ളതാണ്. ഒരു ഇന്ത്യൻ രൂപയ്ക്ക് 1 ഇന്ത്യൻ റുപ്പി ഈക്വൽസ് 0.04 ഡോളർ ഓർ 1 റുപ്പി ഈക്വൽസ് 0.038 ഡോളർ ഈക്വൽസ് 0.038 ഡോളർ. ഇതിൽ ഏതാ വലിയ ഫിഗർ, 0.04 ആണോ 0.038 ആണോ? വലിയ എമൗണ്ട് എന്ന് പറയുന്നത് 0.04 ആണ്, 0.038 കുറച്ചും കൂടെ കുറവാണ്. അപ്പൊ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു ഇന്ത്യൻ രൂപ വാങ്ങാനായിട്ട് ചെല്ലുന്നു, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ രൂപ വിൽക്കാനായിട്ട് ചെല്ലുന്നു. ബാങ്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ഡോളർ ആവശ്യപ്പെടുവോ കുറവ് ഡോളർ ആവശ്യപ്പെടുവോ? നിങ്ങൾ ഡോളർ വാങ്ങാൻ ചെന്നാൽ കൂടുതൽ പൈസ ആവശ്യപ്പെടും. എന്ന് വെച്ചാൽ ഡോളർ വാങ്ങാൻ ചെന്നാൽ നിങ്ങളോട് 0.04 ഡോളർ ആവശ്യപ്പെടും. സോറി, രൂപ വാങ്ങാൻ ചെന്നാൽ, റിയലി സോറി, 1 റുപ്പി ഈക്വൽസ് 0.04 ഡോളർ. അപ്പൊ നിങ്ങൾ ബാങ്കിൽ രൂപ വാങ്ങാൻ ചെല്ലുകയാണെന്ന് വിചാരിക്കാം. നിങ്ങളൊരു US സിറ്റിസൺ ആണെന്ന് ആലോചിക്കുക. നിങ്ങളൊരു ഫോറിനർ ആണ്, ഇന്ത്യയിൽ ട്രിപ്പിന് വന്നതാണ്, കേരളത്തിൽ ടൂറിസം പർപ്പസിനായിട്ട് വന്നതാണ്. അപ്പൊ നാട്ടിൽ വരുന്നു. അപ്പൊ ഇവർക്ക് ഇന്ത്യൻ രൂപ വാങ്ങേണ്ട ആവശ്യം വരുമല്ലോ. കാരണം എന്താ, ഇന്ത്യൻ കറൻസി ആണ് അയാൾക്ക് വേണ്ടത്. അപ്പൊ അയാൾക്ക് ഇന്ത്യൻ രൂപ വാങ്ങേണ്ടി വരും, കാരണം ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് അയാൾക്ക് ഇന്ത്യൻ രൂപയുടെ ആവശ്യം വരും. അപ്പൊ ഒരു ഫോറിനർ ബാങ്കിൽ ഡോളറുമായിട്ട് ചെല്ലുകയാണ്, എന്നിട്ട് പറയാണ് എനിക്ക് ഇന്ത്യൻ രൂപ പർച്ചേസ് ചെയ്യണം. അപ്പൊ അവര് ഒരു ഇന്ത്യൻ രൂപ വാങ്ങാൻ 0.04 ഡോളർ ഡിമാൻഡ് ചെയ്യോ അതോ 0.038 ഡോളർ ഡിമാൻഡ് ചെയ്യോ? വലിയ എമൗണ്ട് അല്ലേ ഡിമാൻഡ് ചെയ്യൂ. എത്ര ഡിമാൻഡ് ചെയ്യും? 0.04 ഡോളർ തന്നാൽ ഒരു ഇന്ത്യൻ രൂപ തരാമെന്ന് പറയും. തിരിച്ച് ഞാൻ ഇന്ത്യൻ രൂപ വിൽക്കാനാണ് ചെല്ലുന്നതെന്ന് വിചാരിക്കുക. ഞാൻ ബാങ്കിൽ ചെന്നു, എൻ്റെ കയ്യിൽ കുറെ ഇന്ത്യൻ രൂപ കിടപ്പുണ്ട്. അയാൾ ഫോറിനർ ആണ്, അയാൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യണം, ഇന്ത്യൻ രൂപ വിറ്റ് ഡോളർ വാങ്ങണം. കാരണം ഇയാൾക്ക് ഇനി ഇന്ത്യൻ രൂപ കൊണ്ട് ഉപകാരമൊന്നുമില്ല. അപ്പൊ അയാൾ വീണ്ടും പോകുന്നതിന്റെ അന്ന് ബാങ്കിൽ ചെല്ലുന്നു. അതേ ഇന്ത്യൻ രൂപയും കൊണ്ട് ചെന്നാൽ അയാൾക്ക് പഴയ 0.04 ഡോളർ വെച്ച് കൊടുക്കൂ? കൊടുക്കത്തില്ല. രൂപ വിൽക്കാൻ ചെല്ലുമ്പോൾ കുറഞ്ഞ റേറ്റേ കൊടുക്കൂ, 0.038 ഡോളർ മാത്രമേ കൊടുക്കത്തുള്ളൂ. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആസ്കും ബിഡും ഏതാ? നമുക്കറിയാം ആസ്ക് എന്ന് പറയുന്നത് റുപ്പി പർച്ചേസ് ചെയ്യാൻ ഡിമാൻഡ് ചെയ്യുന്ന റേറ്റ് ആണ്, ഹയർ റേറ്റിനെയാണ് ആസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അവിടുത്തെ ആസ്ക് റേറ്റ്. ഈ 0.038 എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിഡ് റേറ്റ് ആയിരിക്കും. ഏതിന്റെ ബിഡ് റേറ്റ്? ഇന്ത്യൻ രൂപയുടെ ബിഡ് റേറ്റ്. കാരണം നിങ്ങൾ രൂപ വിൽക്കാൻ ചെന്നാൽ ഒരു രൂപയ്ക്ക് 0.038 ഡോളർ വെച്ചേ തരത്തുള്ളൂ. അപ്പൊ 0.038 ഡോളർ എന്ന് പറയുന്നത് എന്താ? ബിഡ് റേറ്റ് ആണ്. ഇനി 0.04 ഡോളർ എന്ന് പറയുന്നത് അത് ആസ്ക് റേറ്റ് ആണ്. രൂപ വാങ്ങാൻ ചെന്നാൽ കൂടുതൽ ഡോളർ കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് അതിനെ ആസ്ക് റേറ്റ് എന്ന് പറയാം. പക്ഷെ നമ്മൾ നോക്കി, ഇവിടെ 1/bid ആണ് ചെയ്തത്. അപ്പൊ ബിഡ് അല്ലേ കിട്ടണ്ടേ? പക്ഷെ നമുക്ക് കിട്ടിയത് ആസ്ക് ആണ്. 1/ask ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടി? ബിഡ് റേറ്റ് ആണ്. അപ്പൊ അതാണ് അവിടുത്തെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. എന്താ നമ്മുടെ ഗോൾഡൻ റൂൾ ഓഫ് കറൻസി ക്രോസ് റേറ്റ് എന്ന് പറയുന്നത്? ക്രോസ് റേറ്റ്, ഇതിനെയാണ് ക്രോസ് റേറ്റ് എന്ന് പറയുക. 1/ask rate ഈക്വൽസ് ബിഡ് റേറ്റ് ആൻഡ് 1/bid rate ഈക്വൽസ് ആസ്ക് റേറ്റ്. അപ്പൊ നമ്മൾ കോട്ട് ഇൻവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കോട്ട് ഇൻവേഴ്സ് ചെയ്യുമ്പോൾ, എന്തിനാ കോട്ട് ഇൻവേഴ്സ് ചെയ്യുന്നത്? ഒരു ഡയറക്റ്റ് കോട്ടിലുള്ള കറൻസി ഇൻഡയറക്റ്റ് കോട്ടിലോട്ട് മാറ്റുന്നതാണ്. അങ്ങനെ ഡയറക്റ്റ് കോട്ടിലുള്ള ഒരു കറൻസി ഇൻഡയറക്റ്റ് കോട്ടിലോട്ട് മാറ്റുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്, 1/ask ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ബിഡ് റേറ്റ് ആയിരിക്കും, 1/bid rate ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആസ്ക് റേറ്റ് ആയിരിക്കും. അപ്പൊ എപ്പോഴും ഇത് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് നോക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഈ റൂള് കൃത്യമായിട്ട് ഓർത്താൽ മതി. ബിഡ് ചെയ്താൽ ആസ്ക് ചെയ്താൽ, അപ്പൊ 1/bid ചെയ്താൽ ആസ്ക് കിട്ടും, 1/ask ചെയ്താൽ ബിഡ് റേറ്റ് കിട്ടും. ക്ലിയർ ആണോ? നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. GPY by euro. GPY by euro, അതായത് 1 Japanese yen is equal to 0.75 euro / 0.80 euro. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കോട്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് ഡയറക്റ്റ് കോട്ട് ആണോ ഇൻഡയറക്റ്റ് കോട്ട് ആണോ, എന്താണ് ഇത് ഇവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റ്? അപ്പൊ ഇതൊരു ISO കോഡാണ് അല്ലെ, ISO കോഡിലാണ് തന്നേക്കുന്നത്. അപ്പൊ ISO കോഡ് ആണെങ്കിൽ നമ്മൾ അത് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണ്ടേ? ആദ്യത്തെ കറൻസിയുടെ ഒരു യൂണിറ്റിന് എത്ര രണ്ടാമത്തെ കറൻസി, അതായത് 1 Japanese yen ഈക്വൽസ് 0.75 or 0.80 യൂറോ. കറക്റ്റ് അല്ലേ?
ഇത് ആരുടെ ഡയറക്റ്റ് കോട്ടാണ്, ആരുടെ ഇൻഡയറക്റ്റ് കോട്ടാണ്? ആരുടെ ഡയറക്റ്റ് കോട്ടാ? ഒരു ജാപ്പനീസ് എൻ. അപ്പൊ ജാപ്പനീസ് എൻ ആണ് ഫോറിൻ കറൻസി എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ ഒരു ജാപ്പനീസ് എന്നിന് എത്ര യൂറോ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് ജാപ്പനീസ് എന്നിന്റെ ഡയറക്റ്റ് കോട്ടാണ്. ഡയറക്റ്റ് കോട്ട് ഓഫ് ജാപ്പനീസ് എൻ. ഡയറക്റ്റ് കോട്ട് ഓഫ് ജപ്പാൻ എൻ, ജാപ്പനീസ് എൻ ആണ് നമുക്ക് തന്നേക്കുന്നത്. എവിടെ? ഇൻ യൂറോപ്പ്. കറക്റ്റ് അല്ലേ? അപ്പൊ യൂറോപ്പിലുള്ള ജാപ്പനീസ് എന്നിന്റെ ഡയറക്റ്റ് കോട്ടാണ് നമുക്ക് തന്നേക്കുന്നത്. എന്താ? ഈ തന്നിരിക്കുന്ന 1 ജാപ്പനീസ് yen is equal to 0.75/0.80 euro എന്ന് പറയുന്നത്. എനിക്ക് അതിന്റെ ഇൻഡയറക്റ്റ് കോട്ട് വേണം. ഇൻഡയറക്റ്റ് കോട്ട് ആവശ്യമാണ്. അപ്പൊ ഇൻഡയറക്റ്റ് കോട്ട് എങ്ങനെ എടുക്കുന്നത്? ഇൻഡയറക്റ്റ് കോട്ട് എടുക്കുമ്പോൾ ആലോചിക്കുക 1 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇൻഡയറക്റ്റ് കോട്ട് വരുമ്പോൾ യൂറോ ബൈ ജാപ്പനീസ് ബൈ JPY എന്ന് കോട്ട് മാറും. അപ്പൊ അവിടെ കോട്ട് എങ്ങനെയാ വരുന്നത്? അവിടുത്തെ ബിഡ് വാസ്കോ എന്താന്ന് നോക്കുക. ഒരു ജാപ്പനീസ് എൻ 0.75 യൂറോ, ഒരു ജാപ്പനീസ് എൻ 0.80 യൂറോ എന്ന് വെച്ചാൽ ഒരു ജാപ്പനീസ് എൻ വിൽക്കാൻ കൊണ്ടുചെന്നാൽ നിങ്ങൾക്ക് 0.75 കിട്ടും. അപ്പൊ അവിടുത്തെ ബിഡ് റേറ്റ് എന്താ? ബിഡ് റേറ്റ് എന്ന് പറയുന്നത് 0.75 ആണ്. ആസ്ക് റേറ്റ് എന്ന് പറയുന്നതോ? ആസ്ക് റേറ്റ് 0.80 ആണ്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇനി തിരിച്ച് കോട്ട് ഇൻവേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, യൂറോ ബൈ ജാപ്പനീസ് എൻ എന്നാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബിഡ് റേറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടുത്തെ ബിഡ് റേറ്റ് വേണമെങ്കിൽ നമുക്ക് വേണ്ടത് 1 ആസ്ക് റേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അവിടുത്തെ ആസ്ക് റേറ്റ് എത്ര? 0.8 ആണ്. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 0.80 എന്ന് ചെയ്യണം. എത്ര 1/0.80? 1/0.80 1.25 എന്ന് കിട്ടും. ഇനി ആസ്ക് റേറ്റ് വേണമെങ്കിലോ? ആസ്ക് റേറ്റ് വേണമെങ്കിൽ 1 ബിഡ് റേറ്റ് ചെയ്യണം. എത്ര 1 ബിഡ്? 1 ഡിവൈഡഡ് ബൈ 0.75 എന്ന് വരും. എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 1/0.75 1.33 എന്ന് കിട്ടും. നോക്കുക, അവിടുത്തെ ഹയർ റേറ്റ് ചെയ്താൽ 1.25 1.33. അപ്പൊ 1.33 ആണ് അവിടുത്തെ ഹയർ റേറ്റ്. അപ്പൊ അതാണ് അവിടുത്തെ ആസ്ക് റേറ്റ്. 1.25 കുറഞ്ഞ ഫിഗർ ആണ്, അതാണ് അവിടുത്തെ ബിഡ് റേറ്റ്. അപ്പൊ യൂറോ ബൈ ജാപ്പനീസ് എന്നിന്റെ റേറ്റ് എങ്ങനെയാ വരിക? UR ഡിവൈഡഡ് ബൈ JPY, അതായത് 1 യൂറോ ഈക്വൽസ് 1.25/1.33 എന്നാണ് എഴുതുക. നമ്മൾ എപ്പോഴും ബിഡ് റേറ്റ് ആദ്യവും ആസ്ക് റേറ്റ് രണ്ടാമതുമായിരിക്കും എഴുതുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ ഇപ്പൊ മീനിങ് എന്താ? ഒരു യൂറോ വേണമെങ്കിൽ നിങ്ങൾ 1.25 ജാപ്പനീസ് എൻ കൊടുക്കണം, അല്ലെങ്കിൽ 1.33 ജാപ്പനീസ് എൻ കൊടുക്കണം. കറക്റ്റ് അല്ലേ? അപ്പൊ അവിടുത്തെ ബിഡ് മാസ്കോ എന്തായിരിക്കും? 1.33 ജാപ്പനീസ് ബൈ. അതായത് നിങ്ങൾ ഒരു യൂറോ വിൽക്കാൻ ചെന്നാൽ, നിങ്ങൾ ജപ്പാനിൽ ചെന്ന് ഒരു യൂറോ വിൽക്കാൻ ചെന്നാൽ ഒരു യൂറോയ്ക്ക് 1.25 ജാപ്പനീസ് എന്നേ കിട്ടത്തുള്ളൂ. അതല്ല, ഒരു യൂറോ വാങ്ങാനായിട്ടാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ 1.33 ജാപ്പനീസ് എൻ കൊടുത്താലേ നിങ്ങൾക്ക് യൂറോ വാങ്ങാനായിട്ടും പറ്റത്തുള്ളൂ. മനസ്സിലാവോ? അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് ആ 1 ബിഡ് റേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആസ്ക് റേറ്റ് കിട്ടും. 1 ആസ്ക് റേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ബിഡ് റേറ്റ് കിട്ടും. ഇതിനെയാണ് നമ്മൾ ക്രോസ് റേറ്റ് എന്ന് പറയുന്നത്. എന്താ ക്രോസ് റേറ്റ്? നമുക്ക് ഒരു ഡയറക്റ്റ് കോട്ട് കിട്ടിയാൽ അതിനെ എന്താക്കി മാറ്റാൻ പറ്റും? ഇൻഡയറക്റ്റ് കോട്ടാക്കി മാറ്റാൻ പറ്റും. മനസ്സിലാവോ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റേറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 1 ബിഡ് ചെയ്താൽ ആസ്ക് റേറ്റും 1 ആസ്ക് ചെയ്താൽ ബിഡ് റേറ്റും കിട്ടും. ഇനി അതുപോലെ മറ്റൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, കറക്റ്റ് ക്രോസ് റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് പല വേറെ കറൻസിയുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒരാൾ തായ്ലൻഡിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. തായ്ലൻഡിലെ കറൻസി എന്ന് പറയുന്നത് തായ് ബാത്ത് ആണ്. പക്ഷേ ഇന്ത്യയിലെ ബാങ്കുകളൊന്നും തായ് ബാത്ത് ഡീൽ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ തായ് ബാത്തിന് വലിയ ആവശ്യക്കാരൊന്നും ഇല്ല എന്ന് വിചാരിക്കാം. ഇപ്പൊ ആക്ച്വലി ആവശ്യക്കാരുണ്ട്, ഒരുപാട് പേര് തായ്ലൻഡിൽ പോകുന്നുണ്ട്. തായ് ബാത്ത് ഇന്ത്യയിൽ ഒരുപാട് ഇപ്പൊ കിട്ടാനുണ്ട്. പക്ഷെ അസ്യൂം നമുക്ക് തായ് ബാത്തിന്റെ വലിയ ആവശ്യമൊന്നും ഇല്ല എന്ന് വിചാരിക്കാം. അതുകൊണ്ട് തന്നെ അത്ര പോപ്പുലർ അല്ലാത്ത കറൻസി ആയതുകൊണ്ട് നമുക്ക് തായ് ബാത്ത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്ന് വിചാരിക്കാം. അപ്പോ നമ്മൾക്ക് എക്സ്ചേഞ്ച് ഉള്ളത് ഡോളറുമായിട്ട് എക്സ്ചേഞ്ച് ഉണ്ട്. ഇനി ബാങ്കിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് തായ് ബാത്ത് വാങ്ങാൻ പറ്റും. എങ്ങനെ? ഇന്ത്യയിൽ നിന്ന് ഡോളർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആ ഡോളർ ഇന്റർനാഷണൽ മാർക്കറ്റിൽ സെല്ല് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ബാത്ത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ ഇന്ത്യൻ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നു. എനിക്ക് ഒരു 1000 തായ് ബാത്ത് വേണം. തായ് ബാത്ത് ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ബാങ്ക് പറയാണ്, ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ റെഡിലി തായ് ബാത്ത് ഇല്ല. ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഇന്ത്യൻ രൂപ മാറ്റി ഞങ്ങൾക്ക് ഡോളർ ആക്കാം, ഡോളർ മാറ്റി ഞാൻ എന്താക്കാം? തായ് ബാത്ത് ആക്കാം. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ക്രോസ് കറൻസി എക്സ്ചേഞ്ച് എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഇന്ത്യൻ രൂപയ്ക്ക് തായ് ബാത്തുമായിട്ട് ഡയറക്റ്റ് എക്സ്ചേഞ്ച് ഇല്ല. അതായത് ഇത്ര രൂപ കൊടുത്താൽ എത്ര ബാത്ത് കിട്ടും എന്നുള്ളതിന് ഡയറക്റ്റ് എക്സ്ചേഞ്ച് ഇല്ല. ഇന്ത്യയിൽ ഇപ്പം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തായ് ബാത്ത് വാങ്ങാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. അസംഷൻ ആണ്, ആക്ച്വലി തായ് ബാത്ത് ഒക്കെ കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ ഞാൻ പറയാണ്, ഒരു അസംഷൻ, ഞങ്ങൾക്ക് ഇപ്പൊ തായ് ബാത്ത് നേരിട്ട് എക്സ്ചേഞ്ച് ഇല്ല. പകരം ഇന്ത്യൻ രൂപയ്ക്ക് ആരുമായിട്ട് എക്സ്ചേഞ്ച് ഉണ്ട്? ഡോളറുമായിട്ട് എക്സ്ചേഞ്ച് ഉണ്ട്. ഡോളറിന് ആരുമായിട്ട് എക്സ്ചേഞ്ച് ഉണ്ട്? തായ് ബാത്തുമായിട്ട് എക്സ്ചേഞ്ച് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ രൂപ മാറ്റി ഡോളർ ആക്കി, ഡോളറിനെ മാറ്റി നമുക്ക് തായ് ബാത്ത് ആക്കി മാറ്റാൻ പറ്റും.
ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക? ക്രോസ് കറൻസി എക്സ്ചേഞ്ച് എന്ന് പറയാം. അപ്പൊ നോക്കുക, ഇന്ത്യയിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യസ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് സപ്പോസ് റുപ്പിക്കും ഡോളറുമായിട്ടാണ് എക്സ്ചേഞ്ച് ഉള്ളത്. റുപ്പി ബൈ ഡോളർ ഈക്വൽസ് 75.50/75.60. അതായത് ഇന്ത്യൻ രൂപയ്ക്ക് ഒരു ഡോളറിന് 75 രൂപ 50 പൈസ അല്ലെങ്കിൽ 75 രൂപ 60 പൈസ. ഇതാണ് ഇന്ത്യൻ രൂപയിലുള്ള എക്സ്ചേഞ്ച് റേറ്റ്. ഇനി ഞാൻ നോക്കിയപ്പോൾ തായ്ലൻഡിന്റെ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. തായ്ലൻഡിന്റെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഡോളറുമായിട്ട് എക്സ്ചേഞ്ച് ഉണ്ട്. തായ് ബാത്ത് ഉണ്ട്. തായ് ബാത്തിനെ ഞാൻ തൽക്കാലം TB എന്നിട്ടാണ്. തായ് ബാത്തിന്റെ സിമ്പല് TB എന്നൊന്നും അല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇനി അല്ലെങ്കിൽ അപ്പുറത്തൊക്കെ നോക്കണം. ചുമ്മാ നമുക്ക് എക്സാമ്പിൾ അല്ലേ, മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നല്ലേ. അപ്പൊ ഞാൻ തായ് ബാത്തിന് TB എന്നിരുന്നു എന്ന് വിചാരിക്കാം. തായ് ബാത്ത് ബൈ ഡോളറിന് റേറ്റ് ഉണ്ട്. അതായത് ഒരു ഡോളറിന് എത്ര തായ് ബാത്ത് ആണ്? ഒരു ഡോളറിന് സപ്പോസ് ഒരു 30.25/30.50. ഇതാണ് തായ് ബാത്തുമായിട്ടുള്ള എക്സ്ചേഞ്ച് എന്ന് വിചാരിക്കുക. അതായത് ഒരു $US കൊടുത്താൽ 30.25 തായ് ബാത്ത് കിട്ടും, അല്ലെങ്കിൽ 30.5 തായ് ബാത്ത് കിട്ടും എന്ന് വിചാരിക്കാം. അപ്പൊ ഇത് തായ് ബാത്തിന്റെ സിമ്പിൾ ആണ് ഞാൻ TB ഇട്ടേക്കണേ. ആക്ച്വലി അല്ല, വെറുതെ എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഇഷ്ടമുള്ള ഒരു സിമ്പിൾ ഇട്ടതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് സെനാരിയോ. അപ്പൊ നമ്മുടെ ആവശ്യം എന്താ? റുപ്പിയെ തായ് ബാത്ത് ആക്കി മാറ്റണം. റുപ്പി എങ്ങനെ തായ് ബാത്ത് ആക്കാം? റുപ്പിയെ ഡോളർ ആക്കാം, ഡോളറിനെ തായ് ബാത്ത് ആക്കി മാറ്റാം. അപ്പൊ ഇത് നമ്മൾ ചിന്തിച്ചൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഇതിനൊരു ഫോർമുലയുണ്ട്. അതായത് എന്റെ ആവശ്യം എന്ന് പറയുന്നത് റുപ്പി ബൈ തായ് ബാത്ത് ആണ്. എനിക്ക് വേണ്ട കോട്ട് എന്താണെന്നുള്ളത് ആദ്യമേ ഉണ്ടാക്കുക. എനിക്ക് വേണ്ട കോട്ട് റുപ്പി ബൈ തായ് ബാത്ത് ആണ്. എന്ന് വെച്ചാൽ ഒരു തായ് ബാത്തിന് എത്ര ഇന്ത്യൻ രൂപ എന്നാണ് എനിക്ക് വേണ്ടത്. ഓക്കെ ആണോ? ഈ തന്നേക്കുന്ന ISO നൊട്ടേഷൻ ആണോ റുപ്പി ബൈ തായ് ബാത്ത്? ഒരിക്കലും അല്ലേ. ISO നൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? റുപ്പിയെ INR എന്ന് എഴുതുന്നതും തായ് ബാത്തിനെ THB എന്നോ മറ്റോ എഴുതുന്നതാണ് അതിന്റെ ISO നൊട്ടേഷൻ. അതല്ലാതെ ഏത് സിമ്പൽ ഉപയോഗിച്ചാലും, ഇപ്പൊ റുപ്പീസിന് RS എന്ന് ഇടുക, അല്ലെങ്കിൽ റുപ്പിയുടെ മറ്റേ R എന്നുള്ള ലെറ്റർ ഇടുക, അതൊക്കെ ഒറ്റ മീനിങ് ആണ്. അതുകൊണ്ട് ഇത് ISO ആണെന്ന് വിചാരിച്ചേക്കരുത്. ISO എന്ന് പറയുന്ന പ്രോപ്പർ INR എന്ന് തന്നെ എഴുതണം, എന്നാലേ അത് ISO നോട്ടായിട്ട് മാറത്തുള്ളൂ. അപ്പൊ ഇത് ISO കോട്ടൊന്നും അല്ല, സാധാ സിമ്പൽ ഉള്ള കോട്ടാണ്. അപ്പൊ ആലോചിക്കുക, റുപ്പി ബൈ തായ് ബാത്ത് ആണ് എനിക്ക് വേണ്ടത്. അതായത് ഒരു തായ് ബാത്തിന് എത്ര ഇന്ത്യൻ രൂപ കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ ഇതാണ് എനിക്ക് വേണ്ട കോട്ട്. പക്ഷെ ഉള്ളത് എന്തൊക്കെയാ? റുപ്പി ബൈ ഡോളർ ഉണ്ട്. അപ്പോൾ റുപ്പി ഡിവൈഡഡ് ബൈ ഡോളർ നമുക്കറിയാം. റുപ്പി ബൈ ഡോളർ അറിയാം. ഇൻറ്റു അടുത്ത കോട്ട് എന്താ ഉണ്ട്? TB ബൈ ഡോളർ ആണ്. പക്ഷെ തന്ന കോട്ട് അല്ല എടുക്കണ്ടേ. നമ്മൾക്ക് ആവശ്യമുള്ള കോട്ട് കിട്ടാനായിട്ട് എങ്ങനെ കോട്ട് ഫ്രെയിം ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റുപ്പി ബൈ ഡോളർ ഇൻറ്റു അടുത്ത സ്റ്റെപ്പില് ഡോളർ ബൈ തായ് ബാത്ത് ചെയ്താലല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന കോട്ട് ഉണ്ടാക്കാൻ പറ്റൂ. ഇത് ചെയ്താലുള്ള ഗുണം എന്താ? ഇപ്പൊ ഈ കോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റുപ്പി ബൈ ഡോളർ ഇൻറ്റു ഡോളർ ബൈ തായ് ബാത്ത് ചെയ്യുമ്പോൾ ഈ ഡോളറും വെട്ടിപ്പോവും. പോയിട്ട് ബാക്കി അവിടെ എന്താവും? റുപ്പി ബൈ തായ് ബാത്ത് എന്നാവും. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് വേണ്ട കോട്ട് എന്ന് പറയുന്നത് ഇതാണ്. എന്താ? റുപ്പി ബൈ തായ് ബാത്ത് ആണ് നമുക്ക് വേണ്ട കോട്ട്. നമുക്കുള്ള കോട്ട് എന്തൊക്കെയാ? റുപ്പി ബൈ ഡോളർ ഉണ്ട്, ഡോളർ ബൈ തായ് ബാത്ത് ഉണ്ട്. അപ്പൊ ചോദിക്കാം, ഡോളർ ബൈ തായ് ബാത്ത് അല്ലല്ലോ, തായ് ബാത്ത് ബൈ ഡോളർ എന്നല്ലേ തന്നേക്കണേ. അത് നോക്കണ്ട. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്, ക്രോസ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോട്ട് ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് കോട്ടാണ് ആവശ്യം? ഇന്ത്യൻ രൂപയെ തായ് ബാത്ത് ആക്കി മാറ്റണം. അപ്പൊ അതിന് കോട്ട് എന്താ എഴുതണ്ടേ? റുപ്പി ബൈ തായ് ബാത്ത്. ഈ റുപ്പി ബൈ തായ് ബാത്ത് വേണമെങ്കിൽ ഞാൻ റുപ്പിയിൽ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ന്യൂമറേറ്ററിൽ റുപ്പി ആണല്ലോ. അപ്പൊ റുപ്പിയിൽ സ്റ്റാർട്ട് ചെയ്യാം. റുപ്പിക്ക് ആരുമായിട്ടാണ് എക്സ്ചേഞ്ച് ഉള്ളത്? ഡോളറുമായിട്ടാണ്. ചിലപ്പോൾ തന്നേക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് റുപ്പി ബൈ ഡോളർ എന്നായിരിക്കത്തില്ല, ഡോളർ ബൈ റുപ്പി എന്നായിരിക്കും. നമ്മൾ അതൊന്നും നോക്കണ്ട. നമുക്ക് വേണ്ടത് റുപ്പി ബൈ തായ് ബാത്ത് ആണ്. ആണെങ്കിൽ ന്യൂമറേറ്ററിൽ റുപ്പി വരണം. ഡിവൈഡഡ് ബൈ റുപ്പിക്ക് ആരായിട്ടാണ് എക്സ്ചേഞ്ച് ഉള്ളത്? ഡോളറായിട്ടാണ്. ഡിവൈഡഡ് ബൈ ഡോളർ ഇൻറ്റു അടുത്ത സ്റ്റെപ്പിൽ ന്യൂമറേറ്ററിൽ ഡോളർ വരണം. കാരണം എന്നാലേ ഈ ഡോളറും ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഡോളറും വെട്ടിപ്പോയി ബാക്കിയുള്ള സാധനം വരത്തുള്ളൂ. അപ്പൊ ഡോളർ ബൈ തായ് ബാത്ത്. നമുക്ക് തന്നേക്കുന്ന കോട്ട് ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല, ഒരു പ്രശ്നവുമില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കോട്ട് ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഓരോ റേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. റുപ്പി ബൈ തായ് ബാത്ത് ബിഡ് റേറ്റ്. നമുക്ക് ബിഡ് റേറ്റ് വേണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ബിഡ് റേറ്റ് വേണമെങ്കിൽ ഈ പറഞ്ഞ കോട്ടിന്റെ റുപ്പി ബൈ ഡോളറും ഡോളർ ബൈ തായ് ബാത്തിന്റെയും ബിഡ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആലോചിച്ചേ, റുപ്പി ബൈ ഡോളറിന്റെ ബിഡ് റേറ്റ് എത്ര? അവിടുത്തെ റുപ്പി ബൈ ഡോളറിന്റെ ബിഡ് റേറ്റ് നമുക്ക് റുപ്പി ബൈ ഡോളർ ആയിട്ട് തന്നെയാണ് തന്നേക്കണേ. 75.5 ഉണ്ട്, 75.6 ഉണ്ട്. എത്ര ബിഡ് റേറ്റ്? 75.5 ആണ് അല്ലെ. അപ്പൊ 75.50 ഇൻറ്റു അടുത്ത ഡോളർ ബൈ തായ് ബാത്തിന്റെ ബിഡ് റേറ്റ് നമുക്ക് നോക്കുമ്പോൾ പക്ഷെ തായ് ബാത്തെ ബൈ ഡോളർ എന്നാണ് തന്നേക്കണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോട്ട് ഇൻവേഴ്സ് ചെയ്യണം. നമുക്ക് ബിഡ് ആണ് വേണ്ടത്. ഇവിടുത്തെ ബിഡ് എത്ര? 30.25 ആണ്. പക്ഷെ അത് തായ് ബാത്തെ ബൈ ഡോളറിന്റെ ബിഡ് ആണ്. നമുക്ക് വേണ്ടത് ഡോളർ ബൈ തായ് ബാത്ത് ആണ് വേണ്ടത്. അപ്പൊ എന്താ ചെയ്യണ്ടേ?
1 ബിഡ് എടുത്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ആസ്ക് റേറ്റ് ആയിരിക്കും കിട്ടുക. അപ്പൊ ആ ബിഡ് റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1 ആസ്ക് റേറ്റ് എടുക്കണം. പറഞ്ഞു പിടികിട്ടിയോ? പ്രശ്നം പിടികിട്ടിയോ? അതായത് $. നമുക്ക് $. എന്ന് തന്നെയാണ് എക്സ്ചേഞ്ച് തന്നേക്കണേ. അതിന്റെ ബിഡ് എടുക്കാൻ പറഞ്ഞാൽ ആ ബിഡ് റേറ്റ് തന്നെ എടുത്താൽ മതി. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് $/തായ് ബാത്ത് ആണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. പക്ഷെ നമുക്ക് തന്നേക്കുന്നത് തായ് ബാത്ത് ബൈ ഡോളർ ആണ്. അപ്പൊ $/തായ് ബാത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നേക്കുന്ന കോട്ടും $/തായ് ബാത്ത് തന്നെ ആവണം. പക്ഷെ തന്നേക്കുന്ന $/തായ് ബാത്ത് എന്നാണോ? അല്ല, തിരിച്ചാണ്. തായ് ബാത്ത് ബൈ ഡോളർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് ചെയ്യണം. പക്ഷെ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? 1 ബിഡ് എടുത്താൽ നമുക്ക് കിട്ടുന്ന ആസ്ക് ആയിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ ബിഡ് റേറ്റ് ആ വേണ്ടേ. അപ്പൊ ബിഡ് റേറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? 1 ആസ്ക് റേറ്റ് ചെയ്യണം. അതായത് 1 ഡിവൈഡഡ് ബൈ ആസ്ക് റേറ്റ് എടുക്കണം. എത്ര അവിടുത്തെ ആസ്ക് റേറ്റ്? 30.5 ആണ്. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 30.5 വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര കിട്ടുക? 75.50 into 1 divided by 30.5. അപ്പൊ നമുക്ക് 2.4754 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ $/തായ് ബാത്തിന്റെ ബിഡ് റേറ്റ്. അടുത്ത $/തായ് ബാത്തിന്റെ ആസ്ക് റേറ്റ് വേണം. എങ്ങനെ എടുക്കാം? ആദ്യം $/ഡോളറിന്റെ ആസ്ക്. $/ഡോളർ ആസ്ക് റേറ്റ് എത്ര? ഇവിടെ $/ഡോളർ റേറ്റ് തന്നിട്ടുണ്ട്. ആസ്ക് 75.60 ആണ്. അപ്പൊ 75.60 into അടുത്ത സ്റ്റെപ്പിൽ $/തായ് ബാത്തിന്റെ ആസ്ക്. നമുക്ക് തന്നിരിക്കുന്ന തായ് ബാത്ത് ബൈ ഡോളർ ആണ്. അപ്പൊ 1 ചെയ്യണം. അപ്പൊ ആസ്ക് വേണമെങ്കിൽ 1 ബിഡ് ചെയ്യണം. 1 ബിഡ് റേറ്റ് എത്ര? 30.25. ഓക്കെ ആണോ? ഡിവൈഡഡ് ബൈ 30.25 ഇൻറ്റു 1/30.25. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടുക? 75.60 ഡിവൈഡഡ് ബൈ 30.25 എന്ന് കിട്ടും. അതായത് അവിടെ 2.499 എന്ന് കിട്ടും. ഇവിടെ തന്നെ റേറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ കുറഞ്ഞ റേറ്റ് എത്ര? 2.47 ആണ്. അതാണ് നമ്മുടെ ബിഡ് റേറ്റ്. അടുത്ത കൂടിയ റേറ്റ് എത്ര? 2.499. 2.5 ആണ്. അതാണ് നമ്മുടെ ആസ്ക് റേറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ റേറ്റ് എഴുതാം. $/തായ് ബാത്ത് ബിഡ് ആസ്ക് റേറ്റ് എങ്ങനെ എഴുതുന്നേ? 2.475/2.499 ബിഡും ആസ്കും. ഇതാണ് തായ് ബാത്തും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള ഡയറക്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ക്രോസ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവോ? അതായത് ഇതിന്റെ അർത്ഥം എന്താ? ഒരു തായ് ബാത്തിന് 2.475 ഇന്ത്യൻ രൂപ അല്ലെങ്കിൽ 2.499 ഇന്ത്യൻ രൂപ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഒരു തായ് ബാത്ത് വിൽക്കാൻ കൊണ്ട് ചെന്നാൽ നമുക്ക് 2.475 റുപ്പിയെ കിട്ടൂ. ഒരു തായ് ബാത്ത് വാങ്ങാൻ ചെന്നാൽ നമ്മൾ 2.499 തായ് ബാത്ത് ഇന്ത്യൻ രൂപ കൊടുക്കേണ്ടി വരും. മനസ്സിലാവോ? അപ്പൊ ഇതാണ് നമ്മളുടെ ക്രോസ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. നോക്കുക. കാൽക്കുലേറ്റ് ദ ക്രോസ് റേറ്റ് EUR/INR ഫ്രം ദ ഗിവൺ കൊട്ടേഷൻ. നമ്മളോട് പറഞ്ഞേക്കുന്നത് ക്രോസ് റേറ്റ് കാണാനാണ്. ആരായിട്ടുള്ള ക്രോസ് റേറ്റ്? EUR/INR ക്രോസ് റേറ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, തന്നേക്കുന്ന ISO കോട്ടാണ്. EUR/INR എന്ന് പറയുന്നത് എന്താണ്? ISO കോട്ടാണ്. ISO കോട്ട് ആകുമ്പോൾ പ്രത്യേകത എന്താ? 1 euro ഈക്വൽസ് എത്ര INR എന്നാണ് മീനിങ് വരിക. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ റേറ്റ് തന്നിട്ടുണ്ട്. $/ഡോളർ ഈക്വൽസ് US dollar 1.0905/14. അപ്പോ നമുക്ക് തന്നേക്കുന്ന റേറ്റ് 1.0905/14 എന്നാണ് തന്നേക്കുന്നത്. INR/US dollar 0.0128/0.0130 റുപ്പി എന്നും തന്നിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ റേറ്റ് €/US dollar. US dollar 1.0905. ഇത് ISO കോട്ടാണ്. €/US dollar എന്നാണ് തന്നേക്കുന്നത്. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഒരു യൂറോയ്ക്ക് എത്ര ഡോളർ? ഒരു യൂറോയ്ക്ക് $1.0905. അതാണ് അവിടുത്തെ ബിഡ് റേറ്റ്. അടുത്ത തന്നേക്കുന്ന -14 എന്നാണ് തന്നേക്കുന്നത്. ഈ -14 എന്ന് വെച്ചാൽ മീനിങ് എന്താ? -14 എന്ന് വെച്ചാൽ മീനിങ് ഈ തന്നേക്കുന്ന അവസാനത്തെ 2 ഡെസിമൽ പോയിന്റ്സ് ആണ് തന്നേക്കുന്നത്. അതായത് 1.0905 കഴിഞ്ഞാൽ 1.0914 എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ ഈ 14 എന്ന് പറഞ്ഞ മീനിങ് ഏറ്റവും അവസാനത്തെ 2 ഡെസിമൽ പോയിന്റ്സ് ആണ്. ഇത് കറൻസികളിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രൂപയുടെ വില 75.5, ഇപ്പോൾ 4 ഡെസിമൽ പോയിന്റ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കേസിൽ നോക്കുക. 2.4754, 2.4754, 2.4991 ഇതാണല്ലോ നമ്മുടെ ഇവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റ്. നമ്മൾ 4 ഡെസിമൽ പോയിന്റ് എടുക്കുകയാണെങ്കിൽ 2.4754, 2.4991 ഇതാണ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ്. ഇത് പറയാനുള്ള എളുപ്പത്തിന് നമ്മൾ എങ്ങനെ പറയും? 2.4754/91 എന്ന് പറയും. ഓക്കെ ആണോ? അപ്പൊ 2.47
54 സ്ലാഷ് ഇവിടെ 91 എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 47 അല്ല 49 ആണ് അവിടെ വന്നിരിക്കുന്ന റേറ്റ്. സോ സപ്പോസ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് പറയുന്നത് 2.4754 സ്ലാഷ് 2.4759 എന്നാണെങ്കിൽ നമ്മൾ എളുപ്പത്തിന് എങ്ങനെ പറയും 2.4754 സ്ലാഷ് 59 എന്നങ്ങ് പറയും. എന്ന് വെച്ചാൽ മീനിങ് ഈ അവസാനത്തെ 2 ഡെസിമലിന് മാത്രമേ മാറ്റമുള്ളൂ, ബാക്കിക്കൊന്നിനും മാറ്റം ഇല്ല എന്നാണ് അർത്ഥം. ഇവിടെ പറയാഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാറ്റമുണ്ട്, 47ഉം 49ഉം ആണ്. അപ്പൊ പിന്നെ എന്ത് പറയാൻ പറ്റത്തില്ല? പറയാൻ പറ്റത്തില്ല. പകരം എങ്ങനെ പറയാം? ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം 2.4754 സ്ലാഷ് 991 ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ പറഞ്ഞ അർത്ഥം എന്താ? അവസാനത്തെ 3 ഡെസിമലിനാണ് മാറ്റം ഉള്ളത് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ 2.4754 സ്ലാഷ് 2.4 കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന 3 ഡെസിമൽ പോയിന്റ് 2.991 ആയിരിക്കും എന്നാണ് അർത്ഥം. മനസ്സിലാവോ? അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. 2.4754 2 പോയിന്റ് ബാക്കി റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ഡെസിമലും കൂടെ പറയുന്നത്, 2ഓ 3ഓ ഫിഗറിനോട് പറയുന്നത് എന്ന് പറഞ്ഞ അർത്ഥം ആ എത്ര പോയിന്റ്സ് ആണോ ഉള്ളത് ആ പോയിന്റ്സിന് മാത്രമായിരിക്കും അവിടെ മാറ്റം ഉണ്ടാവുക. ഇപ്പൊ ഇവിടുത്തെ കേസിൽ 2.4754 സ്ലാഷ് 59 എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവസാനത്തെ 2 ഡെസിമലിനെ മാറ്റമുള്ളൂ, ബാക്കിയൊക്കെ കോമൺ ആണെന്നാണ്. അതായത് 2.47 വരെ സെയിം ആയിരിക്കും, പിന്നെ 59 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഈ പറയാനുള്ള ഈസിനെസ്സിന് അവർ പറയുന്നതാണ് എന്ത്? അവസാനത്തെ 2 ഡെസിമൽ മാത്രം പറയുന്നു. വെച്ചാൽ അതിന്റെ അർത്ഥം ആ 2 ഡെസിമൽ ഒഴിച്ചാൽ ബാക്കി വാല്യൂ എല്ലാം ആദ്യം തന്നേക്കുന്ന കോട്ടിന്റെ റിപ്പീറ്റേഷൻ ആണെന്നാണ് അർത്ഥം. അപ്പൊ ഇവിടുത്തെ റേറ്റ് എങ്ങനെ തന്നേക്കണേ? 1.0905 സ്ലാഷ് 14 എന്ന് വെച്ചാൽ ഈ 14 മാത്രമേ മാറ്റുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. 1.0914 എന്നാണ് അർത്ഥം. പറഞ്ഞു പിടികിട്ടോ? അപ്പൊ നമുക്ക് തന്നേക്കുന്ന റേറ്റ് യൂറോ ബൈ US ഡോളർ ആണ് തന്നേക്കുന്നത്. അപ്പോൾ ISO കോഡാണ്. ISO കോഡാണെങ്കിലുള്ള പ്രത്യേകത എന്താ? ഒരു യൂറോയുടെ റേറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 1 യൂറോ ഈക്വൽസ്, യൂറോയുടെ സൈൻ എന്താ? നമുക്ക് യൂറോയുടെ സൈൻ കാണിച്ചേക്കാം. യൂറോയുടെ സൈൻ എന്ന് പറയുന്നത് ഈ കിടക്കുന്നതാണ്. അതായത് നമുക്ക് യൂറോയുടെ സൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഇ പോലെയാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഇ പോലെയാണ്. പക്ഷെ നടുക്ക് 2 വര ഉണ്ടാവും, ഒരു വരയല്ല 2 വര ഉണ്ടാവും. കുറച്ചൊരു ബെൻഡ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ യൂറോയുടെ സൈൻ. അപ്പൊ 1 യൂറോ ഈക്വൽസ് എത്ര ഡോളർ എന്നാണ് കൊടുത്തേക്കണേ? എത്ര ഡോളറാ? 1 യൂറോ ഈക്വൽസ് ഓക്കെ, 1 യൂറോ ഈക്വൽസ് എത്ര ഡോളറിനാ? 1.0905 1.0905 സ്ലാഷ് 14 14 എന്ന് പറയുമ്പോൾ അവസാനത്തെ 2 ഡെസിമലിനെ മാറ്റുള്ളൂ, ബാക്കിയൊക്കെ സെയിം 1.1091 ഡോളർ. ഓക്കെ ആണോ? ഒരു യൂറോയ്ക്ക് 1.0905 ഡോളർ അല്ലെങ്കിൽ 1.0914 ഡോളർ. അടുത്ത തന്നിരിക്കുന്ന INR ബൈ US ഡോളർ എന്നാണ്. എന്ന് വെച്ചാൽ ISO നോട്ടേഷൻ ആണ്. അപ്പൊ പിന്നെ ആദ്യം തന്നിരിക്കുന്ന വാല്യൂവിന്റെ ഒരു യൂണിറ്റ് ആണ്. 1 രൂപ ഈക്വൽസ് എന്നാണ് തന്നിരിക്കണേ. 1 റുപ്പി ഈക്വൽ എത്രയൊക്കെയാ? 0.0128 ഡോളർ സ്ലാഷ് 0.0130 ഡോളർ. എന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് എത്ര ഡോളർ കിട്ടും എന്നാണ് പറഞ്ഞേക്കണേ. നോക്കി, 0.0128 സ്ലാഷ് 0.0130 പെർ റുപ്പി എന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് 0.0128 ഡോളർ അല്ലെങ്കിൽ 0.0130 ഡോളർ. മനസ്സിലാവോ? അപ്പൊ നമുക്ക് ഒരു രൂപയുടെയും ഒരു യൂറോയുടെയും റേറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് കാണാൻ ആവശ്യപ്പെട്ടേക്കണേ? നമ്മളോട് കാണാൻ ആവശ്യപ്പെട്ടേക്കുന്നത് യൂറോ ബൈ INRന്റെ റേറ്റ് ആണ്. നമ്മളോട് ആവശ്യപ്പെട്ടേക്കുന്നത് യൂറോ ബൈ INRന്റെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പൊ യൂറോ ബൈ INR എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ISO കോട്ട് ആയതുകൊണ്ട് 1 യൂറോ ഈക്വൽസ് എത്ര INR എന്നാണ് ചോദ്യം, എത്ര ഇന്ത്യൻ രൂപ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എങ്ങനെ കോട്ട് ഫ്രെയിം ചെയ്യണ്ടേ? നമുക്കിത് ഒരു കാര്യം ചെയ്യാനുള്ളത്, നമുക്ക് ഈ ISO കോട്ട് തന്നാൽ നിങ്ങൾ അതിനെ കറൻസി ആക്കി മാറ്റിയാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ സിമ്പൽ ആക്കി മാറ്റിയാൽ ISOനോട് വരുമ്പോൾ ISO വെച്ച് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് എളുപ്പം നിങ്ങൾക്ക് അതിനെ കറൻസിയുടെ സിമ്പൽ ആക്കി മാറ്റിയതിന് ശേഷം ചെയ്യാനായിരിക്കും. അതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഒഴിവായി കിട്ടുന്ന പരിപാടി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ തരുമ്പോൾ ആ ക്വസ്റ്റ്യനെ ആദ്യം അങ്ങ് റീഫ്രെയിം ചെയ്യണം. എങ്ങനെയാ? തന്നേക്കുന്ന ISOയിൽ കിടക്കുന്ന കോട്ടിനെ നമ്മുടെ സിമ്പൽ ആക്കി അങ്ങ് മാറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ കേസിൽ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന 1 യൂറോ ഈക്വൽസ് എത്ര ഡോളർ എന്നല്ലേ? അപ്പൊ സിമ്പൽ ഉപയോഗിച്ച് എഴുതുവാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതുന്നേ? സിമ്പൽ ഉപയോഗിച്ച് എഴുതുവാണെങ്കിൽ 1 യൂറോ ഈക്വൽസ് എത്ര ഡോളർ? അപ്പോൾ ഡോളർ ബൈ യൂറോ എന്നല്ലേ വരുന്നത്? കാരണം ഒരു യൂറോയ്ക്ക് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡോളർ ബൈ യൂറോ, യൂറോയുടെ സിമ്പൽ എന്താ? യൂറോയുടെ സിമ്പൽ ഇടുക, ഡോളർ ബൈ യൂറോ ഈക്വൽസ് ഡോളർ ബൈ യൂറോ ഈക്വൽസ് എങ്ങനെ റേറ്റ് തന്നിരിക്കുന്നത്? 1.0905
സ്ലാഷ് 1.0914. അത്രയും ഡോളറാണ്. അതായത് ഒരു യൂറോ കൊടുത്താൽ എത്ര ഡോളർ? ഒരു യൂറോയ്ക്ക് $1.0905 അല്ലെങ്കിൽ $1.0914. അടുത്ത റുപ്പി ബൈ ഡോളറിന്റെ റേറ്റ് തന്നിട്ടുണ്ട്. 1 റുപ്പി ഈക്വൽസ് എത്ര ഡോളർ എന്നാണ് തന്നേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സിമ്പിൾ ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരുന്നത്? ഡോളർ ബൈ റുപ്പി. ഡോളർ ബൈ റുപ്പി കറക്റ്റ് അല്ലേ? ഡോളർ ബൈ റുപ്പി ഈക്വൽസ് എത്ര? 0.0128/0.0130. അപ്പൊ ഇതാണ് നമുക്ക് കറൻസിയുടെ സിമ്പിൾ അനുസരിച്ചുള്ള കോട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ISOയിൽ തന്ന കോട്ടിനെ നമ്മൾ ആദ്യം എന്താക്കി അങ്ങ് മാറ്റും? നമ്മുടെ സിമ്പിൾ ആക്കി അങ്ങ് മാറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. കൺഫ്യൂഷൻ ഒഴിവാകും. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഒരു യൂറോയ്ക്ക് എത്ര ഇന്ത്യൻ രൂപ എന്നാണ് നമുക്ക് വേണ്ടത്. ഒരു യൂറോയ്ക്ക് എത്ര ഇന്ത്യൻ രൂപ? അപ്പൊ നമ്മൾ കറൻസി സിമ്പിൾ അനുസരിച്ച് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? റുപ്പി ബൈ യൂറോ. യൂറോയുടെ സിമ്പിൾ എന്താ? യൂറോയുടെ സിമ്പിൾ നമുക്കറിയാം, റുപ്പി ബൈ 0. അപ്പൊ റുപ്പി ബൈ യൂറോ ഈക്വൽസ് എന്ന് വെച്ചാൽ ഒരു യൂറോയ്ക്ക് എത്ര ഇന്ത്യൻ രൂപ കിട്ടുമെന്നാണ് അറിയേണ്ടത്. അപ്പൊ റുപ്പി ബൈ യൂറോയുടെ ക്രോസ് റേറ്റ് എങ്ങനെ ഉണ്ടാക്കണേ? റുപ്പിക്ക് ആരുമായിട്ടാണ് എക്സ്ചേഞ്ച് ഉള്ളത് നോക്കാം. റുപ്പി ഡിവൈഡഡ് ബൈ ഡോളറുമായിട്ടാണ് എക്സ്ചേഞ്ച് ഉള്ളത്. കാരണം റുപ്പി ബൈ യൂറോ എന്ന് കോട്ട് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ന്യൂമറേറ്ററിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യണം? റുപ്പിയിൽ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് തന്നേക്കുന്ന ഡോളർ ബൈ റുപ്പി എന്നാണ്. നോക്കണ്ട, നമുക്ക് റുപ്പി ബൈ ഡോളർ വേണം. കാരണം എന്നാലേ അടുത്ത സ്റ്റെപ്പിൽ ഈ റുപ്പി അവിടെ കിടന്നിട്ട് ഡോളറും വെട്ടിപ്പോകത്തുള്ളൂ. അപ്പൊ റുപ്പി ബൈ ഡോളർ ഇൻറ്റു, ഇനി ആരായിട്ടാ എക്സ്ചേഞ്ച് എടുക്കണ്ടേ? ഡോളറും യൂറോ ആയിട്ടുള്ള എക്സ്ചേഞ്ച് എടുക്കണം. കാരണം അടുത്ത സ്റ്റെപ്പിൽ ന്യൂമറേറ്ററിൽ ഡോളർ വന്നാലേ ന്യൂമറേറ്ററിലെ ഡോളറും ഡിനോമിനേറ്ററിലെ ഡോളറും വെട്ടിപ്പോയിട്ട് ബാക്കി അവിടെ വരത്തുള്ളൂ. അപ്പോൾ ഇൻറ്റു ഡോളർ ഡിവൈഡഡ് ബൈ യൂറോ. യൂറോയുടെ സൈൻ ഇടാം, ഡോളർ ബൈ യൂറോ. ഡോളർ ഡിവൈഡഡ് ബൈ യൂറോ. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടത്. അതായത് റുപ്പി ബൈ യൂറോ എന്ന് പറയുന്ന കോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ റുപ്പി ബൈ ഡോളറിനെ ഡോളർ ബൈ യൂറോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും? ഡോളറും വെട്ടിപ്പോവും, പോയിട്ട് ബാക്കി റുപ്പി ബൈ യൂറോ ബാക്കിയാവും. അപ്പൊ നമുക്ക് റുപ്പി ബൈ യൂറോ വേണമെങ്കിൽ റുപ്പി ബൈ ഡോളർ ഇൻറ്റു ഡോളർ ബൈ യൂറോ. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് ഓരോ കോട്ടായിട്ട് നോക്കാം. ആദ്യം ബിഡ് റേറ്റ് വേണം. അപ്പൊ ബിഡ് റേറ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? രണ്ടിന്റെയും ബിഡ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന്റെ റുപ്പി ബൈ ഡോളറിന്റെ ബിഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കി, റുപ്പി ബൈ ഡോളർ ആണോ തന്നേക്കുന്നത്? അല്ല, ഡോളർ ബൈ റുപ്പി ആണ്. അപ്പൊ ബിഡ് റേറ്റ് വേണമെങ്കിൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 1 ബൈ ആസ്ക് എടുക്കണം. അവിടുത്തെ ആസ്ക് എത്ര? 0.0130 ആണ്. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 0.0130. 0.0130. ഓക്കെ ആണോ? 1 ബൈ 0.0130. 1 ബൈ 0.0130 ഇൻറ്റു ഡോളർ ബൈ യൂറോ. നമുക്ക് തന്നേക്കുന്നത് ഡോളർ ബൈ യൂറോ ആണ്. അവിടുത്തെ ബിഡ് റേറ്റ് എത്ര? 1.0905. സോൾവ് ചെയ്താൽ എത്ര കിട്ടും? 1.0905 ഡിവൈഡഡ് ബൈ 0.0130. 83.88 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ബിഡ് റേറ്റ്. ഇനി ആസ്ക് റേറ്റ് കണ്ടുപിടിച്ചേ. എങ്ങനെ ആസ്ക് റേറ്റ് എടുക്കുക? റുപ്പി ബൈ ഡോളറിന്റെ ആസ്ക് നമുക്ക് തന്നേക്കുന്ന ഡോളർ ബൈ റുപ്പിയാണ്. അപ്പൊ ആസ്ക് വേണമെങ്കിൽ 1 ബൈ ബിഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1 ഡിവൈഡഡ് ബൈ ബിഡ് റേറ്റ്. എത്ര ബിഡ് റേറ്റ്? 0.0128. 0.0128 ഇൻറ്റു അടുത്ത ഡോളർ ബൈ യൂറോ. ഡോളർ ബൈ യൂറോ നമുക്ക് അങ്ങനെ തന്നെ തന്നേക്കുന്നത്. അതിന്റെ ആസ്ക് റേറ്റ് 1.0914. അതല്ലേ ആസ്ക് റേറ്റ്? കൂടിയ റേറ്റ് ആണ് ആസ്ക് റേറ്റ്. അപ്പൊ എത്ര വരിക? ഈക്വൽസ് 1.0914 ഡിവൈഡഡ് ബൈ 0.0128 എന്ന് പറയുമ്പോൾ 85.26 കിട്ടും. കറക്റ്റ് അല്ലേ? നോക്ക്, ബിഡ് റേറ്റ് 83, ആസ്ക് റേറ്റ് 85. ബിഡ് റേറ്റ് ആണ് കുറവ്, ആസ്ക് റേറ്റ് ആയിരിക്കും കൂടുതൽ. അങ്ങനെയാണെങ്കിൽ റുപ്പി ബൈ യൂറോയുടെ ബിഡ് ആസ്ക് റേറ്റ് എന്ന് പറയുന്നത് എന്താ? ഫൈനൽ എക്സ്ചേഞ്ച് റേറ്റ് റുപ്പി ബൈ യൂറോ ഈക്വൽസ് 83.88 8846/85.2656. 85.2656. ഇതാണ് നമ്മുടെ കറൻസി റേറ്റ്. ഇനി ഇതിനെ ISO കോഡ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? UR ഡിവൈഡഡ് ബൈ INR എന്ന് വെച്ചാൽ ഒരു യൂറോയ്ക്ക് എത്ര INR ഈക്വൽസ് കോട്ട് സെയിം തന്നെ. എന്താ? 83.8846/85.2656. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് UR ബൈ INR എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ കൂടെ നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ചെയ്താൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര വരും? 83.88 ആൻഡ് 85.27. അപ്പൊ ഇത് ബിഡ് റേറ്റ് ആണ്. UR ബൈ INR ബിഡ് റേറ്റ് ആണ് തന്നേക്കുന്നത്. അപ്പൊ UR ബൈ INR ബിഡ് റേറ്റ് 83.88/UR ബൈ INR ആസ്ക് റേറ്റ് 85.27. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രോസ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ക്രോസ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കുക? ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമുക്ക് എന്താണ് വേണ്ട റേറ്റ്? ഈ ക്വസ്റ്റിനകത്തെ കേസിലാണെങ്കിൽ
ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് EUR by INR കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് EUR by INR ആണ് വേണ്ടത്. അപ്പൊ EUR by INR വേണമെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ ചെയ്തത് എന്താ, നമ്മൾ ഇതിനെ കറസ്പോണ്ടിങ് സിമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ തന്ന കോട്ടിനെ എല്ലാം നമ്മുടെ സിമ്പിളിലോട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ സിമ്പിൾ ഉപയോഗിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഇനി ഇത് ISO വെച്ച് തന്നെ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്, EUR by INR വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ISO വെച്ച് തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ EUR ന് യൂറോയ്ക്ക് ആരുമായിട്ടാണ് എക്സ്ചേഞ്ച് ഉള്ളത്, യൂറോയ്ക്ക് ഡോളറുമായിട്ടാണ് എക്സ്ചേഞ്ച് ഉള്ളത്. അപ്പൊ EUR by USD into USD by INR. കറക്റ്റ് അല്ലേ? ഇങ്ങനെയായിരിക്കും നമ്മൾ കോട്ട് ഫ്രെയിം ചെയ്യുക. എങ്ങനെ, EUR by INR ന്റെ ISO വെച്ച് തന്നെ കോട്ട് വേണമെന്നുണ്ടെങ്കിൽ EUR by USD into USD by INR. കാരണം ഇതാണ് നമുക്ക് വേണ്ടത്. EUR ന് യൂറോയ്ക്ക് ആരുമായിട്ട് എക്സ്ചേഞ്ച് ഉള്ളത്, ഡോളറുമായിട്ടാണ്. അപ്പൊ ഡിവൈഡഡ് ബൈ ഡോളർ ഇൻറ്റു ഡോളർ ബൈ INR. അപ്പൊ നമുക്ക് EUR by USD എത്രയാണെന്ന് നോക്കുക, ബിഡ് റേറ്റ്. EUR by US ഡോളർ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 1.0905/14 എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ അവിടുത്തെ ബിഡ് റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബിഡ് റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ EUR by ഡോളറിന്റെ ബിഡ് റേറ്റ് എടുക്കും. എത്ര EUR by ഡോളറിന്റെ ബിഡ് റേറ്റ് 1.0905 ആണ്. ഇൻറ്റു USD by INR നമുക്ക് തന്നേക്കുന്ന INR by USD എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കോട്ട് ഇൻവേഴ്സ് ചെയ്യണം. അപ്പൊ അവിടെ ബിഡ് വേണമെങ്കിൽ 1/ask എടുക്കണം. അപ്പൊ ആസ്ക് എത്ര, 1.0130 ആണ്. അപ്പൊ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1.0130. കറക്റ്റ് അല്ലേ? അപ്പൊ എത്ര പറ്റുക, 1.0905 ഡിവൈഡഡ് ബൈ 1.0130 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 1.07 എന്ന് കിട്ടും. അല്ല, സോറി, 0.0130 ആണ്. 0.0130 അതാണ് മിസ്റ്റേക്ക് പറ്റിയത്. അപ്പൊ ഡിവൈഡഡ് ബൈ 0.0130, 1 അല്ല, 0.0130 എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയ 83.88 എന്ന് കിട്ടും. ഇനി ആസ്ക് റേറ്റ് എടുക്കണം. ആസ്ക് റേറ്റ് എടുക്കണമെങ്കിൽ എന്താ ചെയ്യുക, EUR by USD യുടെ ആസ്ക് നോക്കി. EUR by USD ആസ്ക് എന്ന് പറയുന്നത് എത്ര, EUR by USD യുടെ ആസ്ക് റേറ്റ് എന്ന് പറയുന്നത് 1.0914 ആണ്. അപ്പൊ 1.0914 ഇൻറ്റു USD by INR നമുക്ക് തന്നേക്കുന്നത് എന്താ, INR by USD ആണ്. അപ്പൊ നമുക്ക് ആസ്ക് റേറ്റ് വേണമെങ്കിൽ 1 by ബിഡ് എടുക്കണം. ബിഡ് 0.0128 ആണ്. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 0.0128. അപ്പൊ എത്ര വരിക, 1.0914 ഡിവൈഡഡ് ബൈ 1.0128 ചെയ്യുമ്പോൾ അഗെയിൻ 0.0128 ആണ്, 1 അല്ല, 0.0128. 85.265 എന്നും വരും. അപ്പൊ നമുക്ക് ബിഡ് ആസ്ക് റേറ്റ് എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, EUR by INR ഈക്വൽസ് എത്രയാണ്, 83.88 /85.27 റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയെങ്കിൽ, അതായത് സിമ്പിളിലോട്ട് കൺവേർട്ട് ചെയ്യാതെ നേരിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്താൽ മതി. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം സിമ്പിൾ വെച്ച് കൺവേർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് പക്ഷേ ആദ്യമായിട്ട് പഠിക്കുമായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് സിമ്പിൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ ISO വെച്ച് തന്നെ നേരിട്ട് അങ്ങ് ചെയ്യുന്നതാണ് എളുപ്പമായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ISO വെച്ച് നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതിയാവും, ഇതേ ആൻസർ തന്നെ കിട്ടും. ആകെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതേ ഉള്ളൂ, EUR by INR വേണമെങ്കിൽ ഇവിടെ EUR ൽ സ്റ്റാർട്ട് ചെയ്യണം, യൂറോയിൽ സ്റ്റാർട്ട് ചെയ്യണം. യൂറോയ്ക്ക് ആരുമായിട്ടാണോ എക്സ്ചേഞ്ച് ഉള്ളത് അത് ഡിവൈഡഡ് ബൈ അത് എഴുതുക. നമുക്ക് തന്നേക്കുന്നത് എങ്ങനെയോ ആയിക്കോട്ടെ, EUR by USD എന്ന് എഴുതുക. ഇൻറ്റു അടുത്ത സ്റ്റാർട്ട് ചെയ്യേണ്ടത് USD ആവണം. ചിലപ്പോൾ നമുക്ക് തന്നേക്കുന്ന INR by USD എന്നായിരിക്കും, നോക്കണ്ട, USD ൽ സ്റ്റാർട്ട് ചെയ്യണം, എന്നാലേ USD വെട്ടി പോകത്തുള്ളൂ, ഡിവൈഡഡ് ബൈ INR വരത്തുള്ളൂ. ഈ കോട്ട് ഫ്രെയിം ചെയ്യുന്ന പോയിന്റ് ക്ലിയർ ആയാൽ നിങ്ങൾക്ക് ഏത് ക്രോസ് കറൻസി എക്സ്ചേഞ്ച് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലാവോ? നമുക്ക് വീണ്ടും ഒരു 3-4 എക്സാമ്പിളും കൂടെ ചെയ്യാം. ചെയ്ത് കംഫർട്ടബിൾ ആയതിനു ശേഷം മാത്രം നമ്മൾ മുന്നോട്ട് പോയാൽ മതിയാവും.